സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ഠാന്തെ വസദൃശിഗണൈരാവൃതം ബ്രഹ്മനിഷ്ഠൈഃ. ആചാര്യേന്ദ്രം കരകലിത ചിന്മുദ്രമാനന്ദരൂപം സ്വാത്മാ രാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഡേ. ചിദോഘനായ മഹേശായ വടമൂലനിവാസിനേ സച്ചിദാനന്ദരൂപായ ശുദ്ധബോധായ തേ നമഃ. കലാഭ്യാം ചൂഡാലംകൃതശശികലാഭ്യാം നിജതപഃഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ. ശിവാഭ്യാമസ്തോകത്രിഭുവനശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. ചൂടോത്തംസിതചന്ദ്രചാരുകലികാ ചഞ്ചച്ഛിഖാഭാസ്വരഃ ലീലാദഗ്ധവിലോലകാമശലഭശ്രേയോ ദശാഗ്രേ സ്ഫുരन्. അന്തഃസ്ഫൂർജദവാരമോഹതിമിരപ്രാഗ്ഭാരമുച്ഛാടയन् ചേതഃ സദ്മനിയോഗിനാം വിജയത്തെ ജ്ഞാനപ്രദീപോ ഹരഃ. ശ്രീമത്ശങ്കരദേശികേന്ദ്രരചിതേ തുംഗാപഗാതീരഗേ ശൃംഗേര്യാഖ്യപുരസ്ഥിതേ സുവിമലേ സന്മൗനി സംസേവിതേ പീഠേ താം രവികോടിദീപ്തിസഹിതാം രാരാജമാനാം ശിവാം രാജീവാക്ഷമുഖാമരാർച്ചിതപദാം വന്ദേ സദാ ശാരദാം. ശോണപ്രഭം സോമകലാവതംസം പാണിസ്ഫുരത് പഞ്ചശരേക്ഷുചാപം പ്രാണപ്രിയം നൗമി പിനാകപാണേഃ കോണത്രയസ്ഥം കുലദൈവതം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. വളരെ പരിപാവനമായിട്ടുള്ള ഒരു ദിവസത്തിലാണ് നിങ്ങളിന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. തിരുവാതിര വ്രതം കഥകളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും അധികം ഞാൻ പോകുന്നില്ല. ഭഗവാന്റെ കൃപ, അനുഗ്രഹം ഇതിനെ വെളിവാക്കുന്ന ദിവസങ്ങളാണ് ഇത്. എന്താ തിരുവാതിരയുടെ അത്രയും ഒരു പ്രാധാന്യം എന്ന് ചോദിച്ചാൽ, ആചാര്യന്മാർ പറയും 108 മൃത്യുഞ്ജയ ഹോമം ചെയ്താലുള്ള ഫലമാണ് ഒരു തിരുവാതിര വ്രതത്തിന് നമുക്ക് ലഭിക്കുക. അത്ര കണ്ട് മേന്മ, മഹിമ, മാഹാത്മ്യം ഈ തിരുവാതിര വ്രതത്തിനുണ്ട്. കൃത്യമായി നിഷ്ഠയോടുകൂടി ഭഗവാനിൽ ഉറപ്പിച്ച് നിർത്തിയിട്ടാണ് നമ്മൾ ഈ തിരുവാതിര വ്രതമൊക്കെ ആചരിക്കേണ്ടത്. തിരുവാതിര എന്നല്ല, ഏതൊരു വ്രതമാണെങ്കിലും ഭഗവത് പാദങ്ങളിൽ മനസ്സുറപ്പിച്ചാൽ മാത്രമേ നമുക്കത് നേരെ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഏകാദശിയായാലും എന്തായാലും നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യാൻ? സാമാന്യമായിട്ട് ഒരു നേരം ആഹാരം കഴിക്കുക. അതിന് സാധിക്കാത്തവർ 3 നേരം കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അല്പാഹാരമായിട്ട് കഴിക്കുക എന്നുള്ളതൊക്കെയാണ് പറയുക. നമ്മളെ സംബന്ധിച്ച് അരിയാഹാരം ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം ഇഷ്ടം പോലെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ കാണാറുള്ളത്. അരി ഒഴിച്ച് ബാക്കിയെല്ലാം അന്നത്തെ ദിവസം നമ്മൾ കഴിക്കും. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആഹാരം നമ്മൾ കഴിക്കുന്നത് അന്നത്തെ ദിവസമായിരിക്കും. അല്പമായിട്ട് ആഹാരം കഴിക്കുന്നതിന് പകരം കൂടുതൽ കഴിക്കുക. ക്ഷീണം വരരുതല്ലോ, ഉറങ്ങാൻ പാടില്ല. ഈ ദിവസങ്ങളിൽ വ്രതം എടുത്തിട്ട് ഉറങ്ങാൻ പാടില്ല. അപ്പോൾ ഉറക്കം വരാണ്ടിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നല്ലോണം കഴിക്കുക. പറ്റാവുന്ന സമയത്തൊക്കെ നല്ലോണം കഴിക്കുക. വെള്ളം നല്ലപോലെ കുടിക്കുക. ഭഗവത് സമീപവർത്തിയായിട്ട് ഇരിക്കുക. അതാണ് വേണ്ടത്.
അപ്പോൾ സാമാന്യമായിട്ട് പറയുക, ഏതൊരു വ്രതമാണെങ്കിലും ഉപവാസമാണെങ്കിലും ഒക്കെ എങ്ങനെ ഉപവസതി. ഉപ എന്ന് വെച്ചാൽ അടുത്ത്, വസിക്കുക, അടുത്ത് ഇരിക്കുക, വസിക്കുക എന്നുള്ളൊക്കെ അർത്ഥത്തിലാണ് ഈ പദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനൊക്കെ പകരം നേരെ വിപരീതമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ സദ്ഫലത്തിന് പകരം ഫലമൊന്നും ഇല്ലാതിരിക്കും എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ വിപരീതമായിട്ട് മാറും. അതുകൊണ്ട് കൃത്യമായി ഭഗവാന്റെ കാൽക്കൽ മനസ്സുറപ്പിച്ച് നിർത്തിയിട്ട് ഏതൊരു വ്രതത്തെയും അനുഷ്ഠിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ മറ്റു വിഷയങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ശിവം എന്നുള്ളൊരു തത്വം അല്ലേ? എന്താ ഈ ശബ്ദത്തിന്റെ തന്നെ അർത്ഥം? കേട്ടിട്ടുണ്ടാവും എല്ലാവരും. ശിവ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ഒന്ന്, മംഗളം എന്നുള്ള ഒരു അർത്ഥം നമ്മൾ പറയാറുണ്ട്. ശിവ ശബ്ദോ മംഗളാർത്ഥ എന്ന് പറയാറുണ്ട്. അതിനെ പിരിച്ചു പറയുന്ന സമയത്ത് ആചാര്യന്മാർ പറയും, ശം നിത്യം സുഖമാനന്ദം ഇകാര പുരുഷോമത വകാരസ്തു ശക്തി പുരുഷോയം. അതായത് ശി വ എന്നുള്ള രണ്ട് പദമാണ്, രണ്ടക്ഷരമാണ് നമ്മൾ കാണുക. അതിനെ ഒന്നുകൂടി പിരിച്ചിട്ട് ശം എന്ന് പറയും. ഷി എന്നുള്ളതിന് ശം എന്നും ഇകാരത്തെ മറ്റതായിട്ട് പറയും. അപ്പൊ ശം എന്നുള്ളത് നിത്യവും സുഖവും ആനന്ദവും ഒക്കെ ആയിട്ടാണ് പറയുക. ഇകാരമോ ശി എന്നാവണമെന്നുണ്ടെങ്കിൽ ഇകാരം വേണം അല്ലെ? ഇകാരം പുരുഷനാണ്. ഇനി വകാരം എന്നുള്ളതോ ശക്തിരമൃതം എന്നാണ് പറയുക. ശക്തിയാണ്, അമൃതമാണ്. ഇങ്ങനെ രണ്ടക്ഷരങ്ങളാണ് ശിവ എന്നുള്ള ശബ്ദത്തിലുള്ളത്. അപ്പൊ ഈ ശിവം എന്നുള്ള ശബ്ദം നിരന്തരം ജപിക്കുന്നത് തന്നെ ഏറ്റവും പരിപാവനമാണ്. ശ്രീരുദ്രം മുതലായിട്ടുള്ള മന്ത്രങ്ങളൊക്കെയാണ് ഇന്നിവിടെ അഭിഷേകത്തിനൊക്കെ പറയേണ്ടായത്. അത്രയും പ്രാധാന്യത്തോടുകൂടി രുദ്രം ജപിക്കുന്ന സമയത്ത് അതിലുണ്ടാകുന്ന പ്രാണോർജവും എല്ലാം അധികമാണ്. അത്രയും പ്രാണോർജത്തെ ഭക്തിയോടുകൂടി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ മറ്റൊന്നും നമുക്ക് വേണ്ട, മറ്റൊന്നിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞു, ശിവ എന്നുള്ള ആ ശബ്ദത്തിന് തന്നെ ഇത്രയധികം മഹാത്മ്യമുണ്ട് എങ്കിൽ ആ മന്ത്രത്തെ നിരന്തരമായിട്ട് ഉരുവിടുമ്പോൾ, നിരന്തരമായിട്ട് പഞ്ചാക്ഷരി ജപിക്കുന്ന സമയത്ത് അതിലെ ശക്തി, വൈഭവം ഇതെല്ലാം നമ്മുടെ ഉള്ളിലേക്ക് തനിയെ ഇറങ്ങിച്ചേരും. എന്തെങ്കിലും സിദ്ധി ഉണ്ടാവാനും ഇതിനൊന്നും വേണ്ടിയിട്ടല്ലല്ലോ ജപിക്കുന്നത്. ജപവും പൂജയും എല്ലാ കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ പറയാ? പൂജ എന്ന് വെച്ചാൽ എന്താ ശബ്ദത്തിന്റെ തന്നെ അർത്ഥം? പുംസി അജായാഹ ലയഹ, ഇതാണ് പൂജ എന്നുള്ളതിന് പറയാ. പുംസി എന്ന് വെച്ചാൽ പുരുഷനിൽ, അജ എന്ന് വെച്ചാൽ മായ, മായയാണ് അജ എന്ന് പറയാം. അജ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം ജനനമില്ലാത്തത് എന്നുള്ളതൊക്കെയാണ്. എന്ത് ഈ ജനനമില്ലാത്തതെന്ന് പറഞ്ഞാൽ ജനിച്ചതെല്ലാം ഇല്ലാതാവും, ഉണ്ടായതെല്ലാം നശിക്കും. ഈ മായ എന്നുള്ളൊരു സംഗതി പരമേശ്വര ശക്തിയായിട്ടാണ് പറയുക. പരമേശ്വരൻ ഇന്നോ ഇന്നലെ ഒന്നും ഉണ്ടായതൊന്നുമല്ല, നിരന്തരമായി ഉള്ളതാണ്, ഉണ്മയാണ്. അതിന് മാറ്റമില്ലാതെ അത് അതേപോലെ തന്നെ എന്നും നിലനിൽക്കുന്നു. അങ്ങനെ എല്ലാ കാലത്തും ഒരുപോലെ തന്നെ നിലനിൽക്കുന്ന ആ പരമമായിട്ടുള്ള ചൈതന്യം, സത്യം, ആ നിത്യമായിട്ടുള്ള വസ്തു, അതിൻ്റെ ശക്തിയായിട്ടാണ് മായയെ, ശക്തിയെ ഒക്കെ പറയുക, ഭഗവതിയെ പറയുന്നത്. സൗന്ദര്യലഹരിയില് തുടക്കത്തിൽ തന്നെ പറയാറുണ്ട്, എന്താ, ഭഗവതി ചേരുമ്പോഴാണ് ഇവർക്കെല്ലാം ശക്തി ഉണ്ടാകുന്നത്. ത്രിമൂർത്തികൾ എല്ലാവരും അവരവരുടെ കർത്തവ്യങ്ങളെ ചെയ്യാൻ പ്രാപ്തരാകുന്നത് എപ്പോഴാ? ഭഗവതി ഇവരുടെ എല്ലാം ശക്തി വിശേഷമായിട്ട് ഒപ്പം ചേരുമ്പോഴാണ്. ശിവശക്തിയായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും നചേദേവം ദേവോ ന ഖലു കുശലസ്പന്ദിതുമപി അതസ്ത്വാമാരാധ്യാം ഹരിഹര വിരിഞ്ചാദിഭിരപി പ്രണന്തും സ്തോതും വാ കഥമകൃത പുണ്യഃ പ്രഭവതി. ശിവം എന്നുള്ളത് അനങ്ങാതെ നിൽക്കുന്ന അചഞ്ചലമായിട്ടുള്ള ആ നിത്യമായിട്ടുള്ള വസ്തു, ആ ശുദ്ധമായ ബോധം, അല്ലെങ്കിൽ നാരായണൻ എന്നുള്ള ശക്തിവിശേഷം, ഇതെല്ലാം
അനങ്ങാതെ നിൽക്കുകയാണ്. ഇവരൊക്കെ പ്രവർത്തിക്കാൻ സജ്ജമാവുന്നത് എപ്പോഴാ, അല്ലെങ്കിൽ അതിന് സാധിക്കുന്നത് എപ്പോഴാ? ഈ മഹാമായയുള്ള ശക്തി ഇവരുടെ ഒപ്പം ചേരുമ്പോഴാണ് എന്ന് പറയും. ഒന്നേ ഉള്ളൂ, സൃഷ്ടിക്ക് വേണ്ടിയിട്ട് പുരുഷൻ പ്രകൃതിയുമായിട്ട് ചേർന്ന് ഇരിക്കുന്നു, അത്ര അതിൻ്റെ അർത്ഥമുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ശക്തിക്ക് ശക്തി കൂടുതൽ, പുരുഷൻ ശക്തി കുറവ്, ഇതൊന്നുമില്ല. ഒറ്റ സത്യമായിട്ടുള്ള വസ്തു തന്നെയുള്ളൂ, അതിൻ്റെ പല ഭാവങ്ങളാണ് എന്ന് മാത്രം. ഇങ്ങനെ നിരന്തരമായി ഉള്ള ആ ശക്തി, അചഞ്ചലമായിട്ട് നിൽക്കുന്ന ആ വൈഭവം, അത് തന്നെയാണ് ശിവം എന്നുള്ള ഈ തത്വം. ഭഗവാനെ ശിവാനന്ദ ലഹരിയിലൊക്കെ സ്തുതിക്കാറുണ്ട്. എന്താ? ത്രൈവേദ്യം ഹൃദ്യം ത്രിപുരഹരവാദ്യം ത്രിനയനം ജടാഭാരോദാരം ചലദുരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിദാലംബം സാംബം ശിവമതിവിഡംബം ഹൃദി ഭജേ. മഹാദേവനെ ഈ ത്രയീ എന്ന് പറയുന്നത് 3 വേദങ്ങളെ ചേർത്തിട്ടാണ് പറയുക. ഏതൊക്കെയാ 3 വേദങ്ങളായിട്ട് നമ്മൾ പറയുന്നത്? 4 വേദങ്ങളാണ് സാധാരണ പറയുക. ഏതൊക്കെയാണ്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതില് യജുർവേദത്തിലാണ് ശ്രീരുദ്രം മുതലായിട്ടുള്ളതൊക്കെ ഉണ്ടാവുക. അതിലെ തന്നെ 8ാമത്തെ അനുഭാഗം പറയുമ്പോൾ നമ സോമായ ച രുദ്രായ ച നമ ശങ്കായ ച പശുപതയേ ച നമ ഉഗ്രായ ച ഭീമായ ച നമ അഗ്രേ വധായ ച ദൂരേ വധായ ച. ഇങ്ങനെ തുടർന്ന് ആ അനുവാദം വരുമ്പോഴാണ് നമശങ്കരായ ച മയസ്കരായ ച, പിന്നീട് അതും തുടർന്ന് മയോഭവേ ച നമശങ്കരായ ച മയസ്കരായ ച നമശിവായ ച ശിവതരായ ച എന്ന് പറയും. നമശിവായ എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം വേദമന്ത്രമാണ്. അതുകൊണ്ട് നമ്മൾ ഉച്ചരിക്കുന്ന സമയത്ത് കൃത്യമായ മാത്രാഭംഗം ഒന്നും വരാതെ അതിനെ കൃത്യമായിട്ടുള്ള ഉച്ചാരണത്തോട് കൂടി നമ്മൾ ചെയ്യണം. അതല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ശക്തി അതിലുണ്ടാവില്ല. ഏതൊരു മന്ത്രങ്ങളാണെങ്കിലും ഋഷികളൊക്കെ മന്ത്രദൃഷ്ടാരഹ എന്നാണ് പറയുക. ഋഷയോ മന്ത്രദൃഷ്ടാരഹ. ഋഷികളൊക്കെ ഈ മന്ത്രങ്ങളെ ദർശിച്ചവരാണ്. ഒന്നും അവർ സ്വന്തമായിട്ട് എഴുതിയതല്ല. ഈ പ്രകൃതിയിൽ തന്നെ എല്ലാം നിലനിൽക്കുന്നുണ്ട്. ആ പ്രകൃതിയിൽ നിന്നുള്ള ശക്തിയെ അവർ സ്വീകരിച്ച് അവരതിനെ കണ്ട് മനസ്സിലാക്കിയിട്ട് തൻ്റേതായിട്ടുള്ള ശിഷ്യന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തത്. അങ്ങനെയാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാഹാത്മ്യം, ആ മന്ത്രത്തിൻ്റെ ശക്തി ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഉച്ചരിക്കാനായിട്ട്. ചില സ്ഥലങ്ങളിൽ ഈ പറയുന്നതിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് അറിയാഞ്ഞിട്ടായിരിക്കാം ശിവായ എന്ന് പറയും, നമഃ ശിവായ. അതിൻ്റെ ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ ശിവായ എന്നുള്ളത് സംസ്കൃതത്തിൽ ചതുർത്ഥി വിഭക്തിയിലാണ് പറഞ്ഞത്. ചതുർത്ഥി വിഭക്തിയുടെ അർത്ഥം, അതായത് 7 വിഭക്തികളാണ് സാധാരണ പറയുക. 1ാമത്തെ വിഭക്തി ആ നാമത്തെ തന്നെ കാണിക്കാൻ, 2ാമത്തെ അതിനേക്ക് അല്ലെങ്കിൽ അതിനെ എന്നുള്ള അർത്ഥത്തിൽ, 3ാമത്തെ അത് കാരണം എന്നുള്ളത്, 4ാമത്തേത് ഈ ചതുർത്ഥി വിഭക്തി എന്ന് പറയുന്നത് അതിനായിക്കൊണ്ട്. അപ്പോൾ ആയിക്കൊണ്ട് ചതുർത്ഥീച്ച എന്നുള്ളതാണ് അർത്ഥം പറയുക. അപ്പൊ ശിവനായിക്കൊണ്ട് നമസ്കാരം. നമ്മളിപ്പോൾ കൃഷ്ണായ നമ എന്ന് പറയില്ലേ, കൃഷ്ണായ നമ, വാസുദേവായ നമ, ഇതൊക്കെ ചതുർത്ഥി വിഭക്തിയിലാണ്. ഭഗവതി അതേപോലെ തന്നെ പറയും ദേവ്യൈ നമ. അവിടെ രൂപത്തിന് വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ആ മന്ത്രത്തെ മനസ്സിലാക്കിയിട്ട് ശിവായ നമഃ ശിവായ, അതിനോട് ചേർക്കുന്നത് എന്താ? നമ്മള് ഓംകാരമാണ്. ഓംകാരം എന്താ? ഓംകാരം ബിന്ദു സംയുക്തം നിത്യം ധ്യായന്തി യോഗിനഃ കാമദം മോക്ഷദം ചെയ്വ ഓംകാരായ നമോ നമഃ. ഓംകാരം എന്നുള്ളത് അകാര ഉകാര മാത്രകൾ ചേർന്നതാണ്, അല്ലെ? ബിന്ദു ആയിട്ടുള്ള മാത്രയും കൂടി ചേർന്നിട്ടുള്ളതാണ് അവിടെ നമ്മൾ പറയാം. നിത്യം ധ്യായന്തി യോഗിനഃ, യോഗികൾ നിരന്തരം ധ്യാനിക്കുന്നതാണിത്. കാമദം മോക്ഷദം ചെയ്വ ഓംകാരായ നമോ നമഃ. ഈ കാമദം എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ആഗ്രഹങ്ങളെയൊക്കെ നടത്തി തരുന്നതാണ്. മോക്ഷദം ചെയ്വ, മോക്ഷത്തെ നൽകുന്നതാണ്. ഓംകാരായ നമോ നമഃ. അങ്ങനെയുള്ളതാണ് ഈ ഓംകാരം.
ഈ ഓംകാരത്തെ, പ്രണവത്തെ നമ്മൾ ഇതിനോട് ചേർത്തിട്ട് ആണ് ചൊല്ലുക. ഓം നമഃ ശിവായ. അവിടെ ചേർത്ത് ചൊല്ലാം, കുഴപ്പമൊന്നുമില്ല. നമഃ ശിവായ. അപ്പൊ ശകാരത്തിന് ഇരട്ടിപ്പ് വരും. ചേർത്ത് ചൊല്ലുകയാണെങ്കിൽ വിസർഗം മാറി ശകാരം അവിടെ ഇരട്ടിക്കും. അപ്പൊ നമഃ ശിവായ അങ്ങനെയാണ് ചൊല്ലാം, തെറ്റില്ല. അതല്ലെങ്കിൽ തിരിച്ചു ചൊല്ലുകയാണെങ്കിൽ നമഃ ശിവായ. ഈ നമഃ എന്ന് പറയണ നിർബന്ധമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിസർഗത്തിന് സംസ്കൃതത്തിൽ പറയുക, കേരളത്തിന്റെ സമ്പ്രദായം അനുസരിച്ച് അർദ്ധോച്ചാരണമാണ് പറയുക, പകുതി ഉച്ചാരണം. ഹ എന്നോ ഹി എന്നോ ഇതൊന്നും നമ്മൾ മുഴുവനായിട്ട് പറയണമെന്നില്ല. ഹ എന്ന് പകുതി ഉച്ചാരണം വന്നാൽ മതി. നമഃ ശിവായ. അവിടെ കൃത്യമായിട്ടുള്ള ശബ്ദമുണ്ടാവും, ശ്വാസഗതി ഉണ്ടാവും. ആ രീതിയിലാണ് നമ്മൾ ഉച്ചാരണം ചെയ്യേണ്ടത്. അപ്പൊ ഈ ശിവം എന്നുള്ള തത്വം, പഞ്ചാക്ഷരം, പഞ്ചാക്ഷരത്തെ നിരന്തരമായിട്ട് ജപിക്കുമ്പോൾ അതിൻ്റെ മാഹാത്മ്യം എങ്ങനെയാ? നമുക്ക് രൂപമായിട്ട് ജപിക്കാവുന്നതാണ്. ഒരു രൂപത്തെ മനസ്സിൽ കണ്ട് ജപിക്കാവുന്നതാണ് പഞ്ചാക്ഷരി മന്ത്രം. ഭഗവത് രൂപമോ ഏതൊന്നായിക്കോട്ടെ, രൂപമായും നാമമായിട്ടും ഭാവമായിട്ടും, ഇനി അതല്ല ചരിതമായിട്ടും, നമ്മുടെ തന്നെ ഉള്ളിലുള്ള ആത്മസ്വരൂപമായിട്ടും ഒക്കെ നമ്മൾ ജപിക്കേണ്ടുന്നതാണ് നമഃശിവായ എന്നുള്ള ഈ പഞ്ചാക്ഷരി. വ്യക്തമായിണ്ടാവില്ല. അതായത് നാമമായിട്ട് നമ്മൾ എങ്ങനെയാ സാധാരണ നമഃശിവായ നമഃശിവായ ശിവ ശിവായ ശിവ ശിവായ ശിവ ശിവ ഇങ്ങനെ ജപിക്കാറുണ്ട്. അങ്ങനെ ജപിച്ചുകൊണ്ട് തെറ്റില്ല. അത് ഈ നമഃശിവായ ജപിക്കുന്നതിന് നമ്മൾ ഒന്നും ഒരു കെട്ടുപാട് നോക്കണ്ടെന്നാണ് ആചാര്യന്മാർ പറയുക. നമ്മൾ ഒന്നും തടസ്സമാവില്ല നമഃശിവായ ജപിക്കുന്നതിൽ. കുറച്ചും കൂടി കടന്ന് ചിന്തിക്കുമ്പോൾ അത് ആചാരവിരുദ്ധവും ഇതൊക്കെയാവും. അതിൻ്റെ പേരിൽ അതിലേക്ക് ഞാൻ പറയുന്നില്ല. പല രീതിയിലാണ് അതിനെ ഉൾക്കൊള്ളുക. ഭഗവാൻ വസിക്കുന്നത് എവിടെയാണ്? നമ്മൾ കൈലാസത്തിലാണെന്ന് പറയും. ഒപ്പം അവിടെ പറയാ ശ്മശാനവാസി ഭഗവാൻ എന്ന് പറയാറുണ്ട്. സഹസ്രനാമത്തില് ശ്മശാനവാസി ഭഗവാൻ ഖജരോ ഗോചരോർദ്ധന എന്ന് പറയാറുണ്ട്. ഭഗവാൻ വസിക്കുന്നത് തന്നെ ശ്മശാനത്തിലാണ്. സകല ഭൂതപ്രേതങ്ങളും പിശാചുക്കളും എല്ലാം ഭഗവാന്റെ ഒപ്പം ഉള്ളതാണ്. ഭൂതഗണങ്ങളിൽ പെടുന്നതാണ് ഇവരെല്ലാവരും. അവരുടെ ഒക്കെ ഒപ്പം നിന്ന് നൃത്തം ചെയ്യും ആനന്ദമായിട്ട്. കാരണം എന്താ? അവിടെ ഭേദം എന്നുള്ളതില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഭാവമായിട്ടും ആത്മസ്വരൂപമായിട്ടും ഈ പഞ്ചാക്ഷരി തന്നെ ജപിക്കാമെന്ന് പറഞ്ഞു. അതായത് അതിനർത്ഥം ഇത് ജപിച്ചു കഴിഞ്ഞാൽ, ഈ ആത്മസ്വരൂപത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭേദം ഉണ്ടാവില്ല. ഒരാളോട് ഭേദം തോന്നില്ല. ഭേദബുദ്ധി എന്നൊക്കെ നമ്മൾ പറയില്ലേ, വേറിട്ട ചിന്താഗതി, പക്ഷപാതം. ഇപ്പൊ നമ്മൾ കേൾക്കാറുള്ളതാണ് സ്വജന പക്ഷപാതം. ഇതൊക്കെ നിയമനത്തിലാണെങ്കിലും ശരി, എന്തിലാണെങ്കിലും അല്ലേ, ഇതൊന്നും എവിടെ ഉണ്ടാവില്ല? പഞ്ചാക്ഷരി ജപിച്ച് ഉറച്ച മനസ്സുള്ളവന് ഈ ഒരു ഭേദബുദ്ധിയേ ഉണ്ടാവില്ല. നിരന്തരം ആത്മസ്വരൂപം ഇങ്ങനെ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഭാവമാണ് കാണുന്നതൊക്കെ ഹരിനാരായണായ നമഃ. ഹരിനാമകീർത്തനത്തിൽ പറയാറില്ലേ, അവിടെ ആദ്യം ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ തുടങ്ങുന്നത്. പല വിധത്തിലൊന്നും അവിടെ നമ്മൾ പിന്നെ കാണേണ്ടതില്ല. സ്വന്തമായിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യം ഉണർന്ന് അതൊന്നു തന്നെയാണ്, അകമേ ശ്രീലകത്ത് വിളങ്ങുന്ന സാക്ഷാൽ പരമേശ്വരനും അതേ അംശം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിലുള്ളത് മാത്രം അറിഞ്ഞാൽ പോരാ. എന്തറിയണം? നമ്മുടെ ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും? തൊട്ടടുത്തിരിക്കണവൻ്റെ ഉള്ളിലും ഉണ്ടാവും. ശരിയല്ലേ? അല്ലാണ്ട് എൻ്റെ ഉള്ളിലേക്ക് മാത്രം ഭഗവാൻ ഇങ്ങനെ ഒരു സ്കെയിലൊന്നും വെച്ച് കറക്റ്റ് വരച്ച് വിട്ടേക്കണമെന്നല്ലല്ലോ. എല്ലാവരിലും സമബുദ്ധിയോടുകൂടി നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കണം. ആരോടും പകയോ ദ്വേഷമോ വൈരാഗ്യമോ ഒന്നിൻ്റെ ആവശ്യമില്ല. അതിനെയാണ് സമബുദ്ധി എന്ന് പറയുക, സമദൃഷ്ടി എന്ന് പറയുക. ഇനി അത് മനുഷ്യരിൽ മാത്രമല്ല, നായയിലായിക്കോട്ടെ, നരിയിലായിക്കോട്ടെ, പുല്ലിലായിക്കോട്ടെ, പുഴുവിലായിക്കോട്ടെ, ഏതൊരു ജീവജാലങ്ങളിലും സമബുദ്ധി ഉണ്ടാവണം. അയ്യോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പട്ടിണിയാവും എന്ന് പറയും അല്ലേ? എന്താ കാരണം? നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, കുറച്ച് കടിച്ചു വലിക്കാനില്ല എന്നുണ്ടെങ്കിൽ ചിലർക്ക് ഒരു സുഖം ഉണ്ടാവില്ല. ഇങ്ങനെ
ഒരു അനുകമ്പ എന്ന് നമ്മൾ പറയില്ലേ, നമ്മുടെ ഉള്ളിലുള്ള ഭാവമാണ് ഈ അനുകമ്പ, സ്നേഹമൊക്കെ. എല്ലാവരും സ്നേഹമുണ്ട്, സംശയമുണ്ടോ? മക്കളോട് അതിരറ്റ സ്നേഹമില്ലേ നമുക്ക്? മക്കൾക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കില്ലേ? ചെയ്തു കൊടുക്കാറില്ലേ? എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും. ആദ്യമൊക്കെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ മുമ്പൊക്കെ അമ്മമാരെന്താ വെച്ചാൽ നല്ല തല്ലൊക്കെ തല്ലിയിട്ട് ഓടിക്കും, എന്തെങ്കിലും ആവശ്യമില്ലാത്തൊക്കെയാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ മക്കളുടെ മുഖം ഒന്ന് മാറിയാൽ മതി, ഒന്ന് വാടിയാൽ മതി, ആരുടെ അടുത്ത് അടി ഉണ്ടാക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല ആ സാധനം ചെയ്തു കൊടുക്കും. അങ്ങനെയും ചെയ്തു കൊടുക്കേണ്ടതില്ല. കാരണം എന്ന് വെച്ചാൽ കുട്ടികളൊക്കെ വഴി തെറ്റി പോവുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നന്നായിട്ട് അറിഞ്ഞ് വളർന്നു കഴിഞ്ഞാൽ തന്നെ കുട്ടികളൊക്കെ സമൂഹത്തിനും വീടിനും സ്വയവും ഉപകാരപ്പെടുന്നവരായിട്ട് ജീവിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടും അറിയാത്തവരാണെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മള് പണ്ട് ഒരു ചൊല്ലൊക്കെ പറയാറുണ്ട്, എന്താ, അല്ലലറിയുന്ന കിളിക്ക് ചുള്ളലുള്ള കാടറിയൂ എന്നൊക്കെ പറയാറുണ്ട്. ബുദ്ധിമുട്ട് അറിഞ്ഞു വളരുമ്പോഴാണ് കുട്ടികൾ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പ്രാപ്തരാകുക. അല്ലാണ്ട് അവരെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഉദ്ദേശമൊന്നും നമുക്കില്ലല്ലോ. അവരതിന് പ്രാപ്തരാകണമെന്നുണ്ടെങ്കിൽ ദുഃഖമറിയണം, സുഖം അറിഞ്ഞോട്ടെ, പക്ഷെ സുഖത്തോടൊപ്പം ഈ സുഖം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിനെ കുറിച്ച് അറിയണം. അവര് പതുക്കെ പതുക്കെ ഓരോന്ന് ചിന്തിച്ചു വരുമ്പോഴാണ് ഇതെല്ലാം നമ്മുടെ ഈ സനാതന ധർമ്മത്തിന്റെ തന്നെ മറ്റൊരു ഭാവമാണെന്ന് അറിയാൻ സാധിക്കുള്ളൂ അവർക്ക്. നമ്മുടെ പുരാണങ്ങളായിക്കോട്ടെ, ഇതിഹാസങ്ങളായിക്കോട്ടെ, കഥകളായിക്കോട്ടെ, ഇതെല്ലാം ആചാര്യന്മാർ ഉപദേശിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജീവിതത്തില് മാതൃകയാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഒരു കഥ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ആ കഥയിൽ മാത്രം നിൽക്കുന്നതല്ല. ഏതൊരു ഭാഗം എടുത്താലും, ഏതൊരു പുരാണ കഥ എടുത്തു കഴിഞ്ഞാലും, ഏതായാലും ശരി, അവിടെ എല്ലാം ഉള്ളിലേക്ക് അതിനൊരു തത്വം ഉണ്ടാവും. അസുരന്മാരെയൊക്കെ നിഗ്രഹിക്കുക എന്ന് പറയാറുണ്ട്. ഇത് ഈ അസുരന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ TV സീരിയലിലൊക്കെ കാണുന്ന വലിയ കൊമ്പ് അല്ലേ, നല്ല കുന്ത്രം പല്ല്, നാക്ക് പുറത്തേക്ക് കുറേ അങ്ങോട്ട് നീട്ടി വെച്ച് ഭീഭത്സമായിട്ടുള്ള രൂപങ്ങളൊക്കെ കാണിക്കുന്ന ആളായിട്ടാണ് അപ്പോൾ അസുരന്മാരെയൊക്കെ കാണിക്കുക, രാക്ഷസന്മാരൊക്കെ. അങ്ങനെയാണോ? രാവണനെ വാൽമീകി വർണ്ണിക്കുന്നത് അത്ര സുന്ദരനായിട്ടുള്ള ഒരാൾ വേറെ ഇല്ലാണ്. രാമന് പോലും രാവണന്റെ അത്ര സൗന്ദര്യം ഇല്ല എന്ന് പറയാം. അഗാധമായിട്ടുള്ള ശാസ്ത്ര പാണ്ഡിത്യം രാവണന്റെ കാര്യമാണ്. അഗാധമായിട്ടുള്ള പാണ്ഡിത്യം. രാവണന്റെ 10 തലയെ സൂചിപ്പിക്കുന്നത് 4 വേദങ്ങളും 6 ശാസ്ത്രങ്ങളുമായിട്ടാണ്. അതിബുദ്ധിമാനായിട്ടാണ്, മികച്ച രാജതന്ത്രജ്ഞനാണ്, 64 കലകളിലും നമ്മൾ പറയും ഉസ്താദാണ്. അങ്ങനെയുള്ള രാവൺ എന്താ സ്വഭാവം അത്ര മോശമായി പോയി. സ്വഭാവം മോശമായി കഴിഞ്ഞപ്പോൾ ഇതുകൊണ്ടൊന്നും ഒരു ഗുണമില്ലാതെ. അപ്പൊ നമ്മൾ ഈ TV സീരിയലിൽ കാണുന്നതല്ല രാക്ഷസന്മാരെന്നൊന്ന് മനസ്സിലാക്കുക. അതിന്റെ അർത്ഥം പറയാ, അസുഷു പ്രാണേഷു രമന്തേ തേ അസുരാഹ. അസു വെച്ചാൽ ഇന്ദ്രിയങ്ങൾ, നമ്മുടെ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ. പിന്നെ പ്രാണൻ. ഈ പ്രാണൻ ഇവിടുന്ന് ഇരിക്കണ ഇരിപ്പിൽ വിട്ടുപോയി കഴിഞ്ഞാൽ ആർക്കെങ്കിലും വലിയ സുഖം ഉണ്ടാവുമോ? ഉണ്ടാവുമോ? അങ്ങനെ ആരെങ്കിലും ആഗ്രഹിക്കുമോ? നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രാണം പോയി കഴിഞ്ഞാൽ ഒന്ന് പോയി നേരെ എവിടേക്കെങ്കിലും ഒക്കെ കൊണ്ടുപോവാം, എളുപ്പമായി എല്ലാവർക്കും. അപ്പോൾ ഈ അസു എന്ന് വെച്ചാൽ ഇന്ദ്രിയം അല്ലെങ്കിൽ പ്രാണൻ. ഇവയിൽ രമിക്കുന്നവരാണ്, ഇവയിൽ അതിയായിട്ടുള്ള ആഗ്രഹം കണ്ടെത്തുന്നവരാണ്, സന്തോഷം കണ്ടെത്തുന്നവരാണ് ഈ അസുരന്മാർ. അസുരന്മാര് പരമഭക്തന്മാരുണ്ട്, എല്ലാവരും അതെ, പരമഭക്തിയോടുള്ളവർ തന്നെയാണ് എല്ലാ അസുരന്മാരും. ഇല്ലെങ്കിൽ ഇവരൊക്കെ എങ്ങനെ ജപിച്ച് സാധനയൊക്കെ ചെയ്ത് തപസ് ചെയ്ത് ഭഗവാന്മാരെയൊക്കെ എങ്ങനെ പ്രത്യക്ഷപ്പെടുത്തുക? ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം ഇവര് ചോദിക്കണത് എന്താ? ഒന്നുകിൽ ത്രിലോകാധിപത്യം വേണം, അതല്ലെങ്കിലോ ദേവന്മാരെ എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കണം, തനിക്ക് മരണം ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെയാണ് ഇവർ ആദ്യം തന്നെ ചോദിക്കുക. ഏതെങ്കിലും ഒരു അസുരൻ, പ്രഹ്ലാദനോ ഇവരൊക്കെ ഒഴിച്ച് ഏതെങ്കിലും ഒരാൾക്കാര് എനിക്ക് ആത്മബോധം ഉണ്ടാവണമെന്നോ സത്സംഗം ഉണ്ടാവണമെന്നോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ ഒന്നവരെ? ഇല്ല. ഈ അസുരന്മാരുടെ പ്രശ്നം ഇതാ, അവർക്ക് സുഖമാണ് വേണ്ടത്, ഭൗതികമായിട്ടുള്ള സുഖം. അതാണ് ഇന്ദ്രിയ സുഖം എന്നായിട്ട് നമ്മൾ പറയാം അല്ലേ? കാണാൻ നല്ല താല്പര്യം, പാടാൻ താല്പര്യം, ഇതൊക്കെ ഓരോ വിഷയങ്ങളാണ്. വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക, തൊട്ടടുത്ത് എന്തെങ്കിലുമൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് തോണ്ടും. അതേ, നീ അറിഞ്ഞോ, ഇന്നലെ അവിടെ നമ്മുടെ അപ്പുറത്തെ ഭവാനി ചേച്ചിയുടെ മോളില്ലേ, ആരൊക്കെ ഒപ്പം വന്നുത്രേ. എന്തൊക്കെ പ്രശ്നം? ഒരു കുറ്റം, ഒന്ന് അവിടെ പറയുമ്പോൾ ഒരു സുഖം.
ഇതാണ് ഇന്ദ്രിയങ്ങളുടെ പ്രശ്നം. നേരെ ഇരിക്കില്ല. ഈ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഉറപ്പിച്ച് നിർത്തണം. അവിടെ നമ്മുടെ ഉള്ളിൽ 4 ഭാവങ്ങളെ പറയാം. മനസ്സിന്റെ തന്നെ 4 ഭാവങ്ങളായിട്ട് പറയാം. എല്ലാവരും പറയുന്നതാണ്. ഇതാ മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഈ 4 എണ്ണം. ഇതിൽ ചിത്തം എന്നുള്ളത് ഒരു സ്റ്റോർ റൂമായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. സ്റ്റോർ റൂമിൽ എന്താ ഉണ്ടാവുക? നല്ല നല്ല സാധനങ്ങളാണ്. നമ്മൾ എടുത്ത് നോക്കിയാ ഇല്ല, ചിലപ്പോൾ ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങളാണ് സ്റ്റോർ റൂമിൽ കൊണ്ടുവിടുക. അവിടെ കിടക്കും. പിന്നെയോ മനസ്സ് പറഞ്ഞു. മനസ്സെന്താ? സങ്കല്പ വികല്പാത്മകമാണ് മനസ്സ്. സങ്കല്പവും വികല്പവും. നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇപ്പൊ പോണോ, എനിക്ക് പോണോ, അത് ഇവിടെ ഇരിക്കണം, എനിക്ക് എന്തെങ്കിലും തോന്നുമോ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് അവിടെ പോയി കഴിഞ്ഞിട്ട് ഇപ്പൊ അവിടെ ഇരിക്കുകയായിരിക്കും. അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഉച്ചക്കലേക്ക് എന്താ ഉണ്ടാക്കുക, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തേക്ക് എന്താ ഉണ്ടാക്കുക, രാത്രിയിലേക്ക് എന്താ ഭക്ഷണം ഉണ്ടാക്കുക. ഇങ്ങനെ ഓരോന്നോരോന്ന് മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നതാണ് സങ്കല്പവും വികല്പവും. സംശയങ്ങളാണ് ഏത് നേരവും നമ്മൾ ഈ ചിന്തകൾ. സങ്കല്പ വികല്പാത്മകമാണ് മനസ്സ്. ഒപ്പം വേറെ ഒന്നുകൂടി ഉണ്ട്, ബുദ്ധി. എന്താ ബുദ്ധി? ഇതിനെ, ഈ പല വിധത്തിലുള്ള സങ്കല്പങ്ങളെ, ചിന്തകളെ, ഇതിനെയൊക്കെ നേരെ വഴിക്ക് കൊണ്ടുപോയിട്ട് ഒരു പോയിന്റിൽ നിർത്തിയിട്ട് ഇന്നതാവാം എന്ന് ഉറപ്പിക്കുന്നതാണ് നിശ്ചയാത്മിക ബുദ്ധി. നിശ്ചയം ചെയ്തു തരുന്നതാണ്, അതിന് സഹായിക്കുന്നതാണ് ബുദ്ധി. എല്ലാവർക്കും ഉണ്ട്. സാന്ദർഭികമായിട്ടൊന്ന് പറയാം. നമ്മൾ ഹൈന്ദവമായിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ, ഇതിഹാസങ്ങളായിക്കോട്ടെ, മറ്റു പുരാണങ്ങളായിക്കോട്ടെ, ശാസ്ത്രങ്ങളായിക്കോട്ടെ, പ്രത്യേകിച്ച് ന്യായം, വേദാന്തം, വ്യാകരണം തുടങ്ങിയിട്ടുള്ള ശാസ്ത്രങ്ങളൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് ആചാര്യന്മാർ പറയും മന്ദാനാം ബോധനായ എന്ന് പറയും. മന്ദബുദ്ധികൾക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി. എന്ന് വെച്ചാൽ എന്താ? മന്ദബുദ്ധി എന്ന് വെച്ചാൽ പൊട്ടെന്നുള്ള അർത്ഥത്തിലല്ല അവിടെ പറഞ്ഞത്. ഈ ശാസ്ത്രത്തിൽ അവന് അറിവ് കുറവാണ്, അവനെ അത് മനസ്സിലാക്കാൻ വേണ്ടി. അതാണ് മന്ദൻ എന്ന് വെച്ചാൽ. ആ ശാസ്ത്രത്തിൽ അറിവ് കുറവുള്ളവർക്ക് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ബുദ്ധി ഇല്ലാത്തവൻ എന്നുള്ളതല്ല, അവൻ്റെ ബുദ്ധി മറ്റൊരു തരത്തിലാണ്. ആ ബുദ്ധിയെ എന്താക്കണം? നേരെ ഇതിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ട് സരളമായിട്ട് ഇതിനെ അവതരിപ്പിക്കുന്നതാണ് ശാസ്ത്രങ്ങളിൽ പറയുക. അപ്പോൾ നോക്കൂ, ഇങ്ങനെ നിശ്ചയാത്മികമായിട്ടുള്ള ബുദ്ധി. ഇനി എന്താ? അഹങ്കാരം. അഹങ്കാരം എന്താ? എന്താ അഹങ്കാരം? ഞാൻ എന്നുള്ള ഭാവം. ഇതിന് സൂക്ഷ്മമായിട്ടുള്ള ഒരു തലവുമുണ്ട്, സ്ഥൂലമായിട്ടുള്ള ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു തലവുമുണ്ട്. ഇപ്പോഴും അതിൻ്റെ വിശാലമായിട്ടുള്ള തലമാണ് മറ്റുള്ളവരെ നമുക്ക് അടിമേടിച്ച് തരിക, അല്ലേ? ആവശ്യമില്ലാണ്ട് ഓരോന്നൊക്കെ പോയിട്ട് എവിടെയെങ്കിലൊക്കെ നാക്ക് വെറുതെ ഇരിക്കാണ്ട് ഓരോന്നൊക്കെ ഇങ്ങനെ പറയും. എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ നല്ല മിഠായി മേടിച്ചിട്ട് വരും. ഇതാണ് അഹങ്കാരത്തിൻ്റെ മെയിൻ പ്രശ്നം. തനിക്ക് മുകളിൽ ഒന്നുമില്ല എന്നുള്ള തോന്നല്, അല്ലേ? 10 കാശ് പോക്കറ്റിലുണ്ട് എന്നുണ്ടെങ്കിൽ ആരോടായാലും വേണ്ടില്ല, എനിക്ക് എന്തും ആവാം എന്നുള്ള ചിന്ത. തനിക്കുപരിയായി ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല, താൻ പറയുന്നതേ സത്യമുള്ളൂ, അതിനപ്പുറം മറ്റൊരു സത്യവും ഇല്ല എന്നുള്ള ഭാവമാണ് അഹങ്കാരം. ഇതാണ് വിശാലമായിട്ടുള്ള അല്ലെങ്കിൽ സ്ഥൂലമായിട്ടുള്ള അതിൻ്റെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഭാവം. ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള പവിത്രമായിട്ടുള്ള അതിൻ്റെ ഭാവം എന്താണെന്നറിയോ? ഞാൻ എന്നുള്ള ബോധമാണ്. അഹംബോധം, അഹംഭാവം നമ്മൾ പറയുന്ന ആ അർത്ഥത്തിലല്ല, നേരെ വിപരീതമായിട്ട് സ്വയം ഉള്ളിൽ വിളങ്ങുന്ന ആത്മസ്വരൂപമാണ് ഈ ശരീരത്തെ നിയന്ത്രിക്കുന്നത്, പ്രവർത്തിപ്പിക്കുന്നത് എന്നുള്ള അചഞ്ചലമായിട്ടുള്ള ദൃഢമായിട്ടുള്ള ബോധം. നമ്മൾ രാത്രി കിടന്നുറങ്ങുക, നന്നായിട്ട് കിടന്നുറങ്ങുക, ഒന്നും അറിയില്ല. ചില സമയത്തൊക്കെ ഒന്നും നമ്മൾ അറിയില്ല. ആ സമയത്ത് നമ്മളെ എവിടെയെങ്കിലുമൊക്കെ ആ കട്ടിലെപ്പാടം എടുത്തിട്ട് എവിടെയെങ്കിലും കൊണ്ടിട്ടു എന്ന് വിചാരിക്കുക, ഒന്നും അറിയില്ല. രാവിലെ എണീക്കുന്ന സമയത്താണ് ഞാൻ എവിടെയാണെന്ന് ആലോചിക്കുക. ആദ്യം ഞാൻ എവിടെയാണെന്നാണോ ആലോചിക്കണേ? ആദ്യം നമ്മൾ ഉണ്ടാവുന്നത് ഞാൻ എന്നുള്ള ബോധമാണ്, അല്ലേ? എവിടെ ആയിരുന്നു കഴിഞ്ഞാലും എഴുന്നേൽക്കുന്ന സമയത്ത് ആദ്യം ഉണ്ടാവുന്നത് എന്താ? ഞാൻ എന്നുള്ള ബോധം, എനിക്ക് ചുറ്റുമുള്ളവരുള്ള ബോധം. ഇങ്ങനെ ആ കണക്ഷനാണ്, ചുറ്റുപാടുമുള്ള വ്യക്തികളുമായിട്ട് വരുന്ന കണക്ഷൻ, ജീവജാലങ്ങളുമായിട്ടുള്ള ബന്ധമാണ് ആദ്യം ഉണ്ടാവുന്നത്. ഇതാണ് അഹംബോധം എന്ന് പറയാം, അഹങ്കാരം. ഇതിനെ മനസ്സിലാക്കാതെ വരുന്ന മറ്റൊരു ഭാവമാണ് നേരത്തെ പറഞ്ഞ അഹങ്കാരം. ഈ അഹംബോധത്തില് ശരീരാഭിമാനം വന്ന് ഇന്ദ്രിയങ്ങളിലേക്കുള്ള നമ്മുടെ താല്പര്യം വർദ്ധിച്ച് അതിൻ്റെ സുഖം മാത്രം ആഗ്രഹിച്ച് ഭഗവാനെയൊക്കെ മറന്ന് നമ്മൾ ജീവിക്കുന്നതാണ്
ഈ അഹങ്കാരത്തിൻ്റെ മറ്റൊരു ചിത്തം എന്ന് പറഞ്ഞു. എന്താ ചിത്തം? നേരത്തെ ആദ്യം നമ്മൾ പറഞ്ഞു സ്റ്റോർ റൂമാണെന്ന് വിചാരിക്കാൻ പറഞ്ഞു. നമ്മൾ ഈ പകൽ സമയത്തും എല്ലാ സമയത്തുമുള്ള ജീവിതത്തിൻ്റെ ഇടയിൽ പലവിധ കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കയറും. ചിലപ്പോഴതൊക്കെ നമ്മൾ സ്വപ്നമായിട്ട് കാണും രാത്രി, അല്ലേ? ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്വപ്നത്തിൽ വരും. ഈ സ്വപ്നമൊന്നും ഇല്ലാതെ ഉറങ്ങലാണ് ഏറ്റവും നല്ല ഉറക്കം എന്ന് നമ്മൾ പറയുക. ഒരു സ്വപ്നം പോലും ഇല്ലാതെ, സ്വപ്നം കാണാതെ ഉറങ്ങുന്ന ആൾക്കാരുണ്ടോ അവിടെ? കുറേ നാളായിട്ട് സ്വപ്നമൊന്നും ഇല്ല, അങ്ങനെയാണ് ഉറങ്ങുന്നത് എന്നുള്ള ആരെങ്കിലും ഉണ്ടോ? ഒന്ന് കൈ ഉയർത്തു. നല്ല ഉറക്കാണ്, ഭാഗ്യം ചെയ്താലാ. ഒന്നും അറിയണ്ടേ, കാരണം സ്വപ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഉറക്കം അത്ര ആഴത്തിലേക്ക് എത്തിയിട്ടില്ല എന്നർത്ഥം. ആഴത്തിലേക്ക് ഇറങ്ങിയ ഉറക്കം സുഖം തരും നമുക്ക്. അത് 10 മിനിറ്റ് ആയാലും ശരി. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ജോലി സ്ഥലത്തായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണൊക്കെ വല്ലാണ്ട് തൂങ്ങി ഉറങ്ങിയാൽ മതി. ഒരു 5 മിനിറ്റെങ്കിലും ഉറങ്ങിയെന്ന് വെച്ചാൽ ഒന്ന് തലവെച്ച് കിടന്ന് ഉറങ്ങുമ്പോഴേക്കും സുഖമായി. ആ സമയത്ത് നമ്മൾ സ്വപ്നം കാണില്ല, പക്ഷെ എന്താ സുഖം അനുഭവിച്ചു നമ്മൾ, ഇല്ലേ? ഇതിനൊന്നും നമുക്ക് സാധിക്കാതെ ഇരിക്കുന്നതാണ് ഈ ചിത്തം. ഈ ചിത്തത്തില് വരുന്നതാണ് സംസ്കാരം. ഇതിലേക്ക് അടിഞ്ഞുകൂടുക, ഓരോന്നായിട്ട് നമ്മുടെ വിഷയങ്ങളും പല കാര്യങ്ങളും അടിഞ്ഞുകൂടുന്നതാണ് എന്ത്? ചിത്തം. അടുത്തൊരു ജന്മം ഉണ്ട് എന്ന് വിചാരിക്കുക. എന്തൊക്കെയോ ദുരിതം കൊണ്ടോ ഭാഗ്യം കൊണ്ടോ നമുക്ക് ഉണ്ടാകും എന്തായാലും. അപ്പോൾ ഈ ചിത്തമാണ് അടുത്ത ജന്മത്തിലും നമ്മൾ കയറി വരിക. കാരണം ഇതൊരു തുടർച്ചയാണ്. നമ്മൾ ഇന്ന് ചെയ്ത എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട്. ഇന്നോ നാളെയോ എപ്പോഴെങ്കിലും ഒക്കെ അതിന് ഫലം ഉണ്ടാവും, അല്ലേ? എന്ത് കാര്യത്തിനും ഒരു ആക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു റിയാക്ഷൻ വേറെ ഉണ്ടാവും. ഇതാണ് നമുക്ക് ഒരു പുനർജന്മമായാലും ഇതെല്ലാം കർമ്മബന്ധനം എന്നൊക്കെ നമ്മൾ പറയില്ലേ, വലിയതായിട്ട് നമ്മൾ പറയാറില്ല കർമ്മബന്ധനം, അത്രയേ ഉള്ളൂ. ഇതാണ് സാധനം. ഇതിനെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ കർമ്മങ്ങളെ നേരെയാക്കി കഴിഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ചിത്തത്തിന് അവിടെ വലിയ പ്രാധാന്യമില്ല. ഈ ഇരിക്കെ തന്നെ, ഈ ജീവനുള്ള സമയത്ത് തന്നെ എല്ലാ വാസനകളും എല്ലാ കറകളും എല്ലാ കർമ്മദോഷങ്ങളും ബന്ധങ്ങളും എല്ലാം അറ്റുപോകും. നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വതന്ത്രമാവും. അപ്പോഴേ സ്വാതന്ത്ര്യം എന്താണ് നമ്മൾ അനുഭവിക്കുള്ളൂ. സ്വതന്ത്രത എന്ന് വെച്ചാൽ എന്താ? തൻ്റെ തന്നെ ഭാവത്തില് അതിനെ അറിഞ്ഞിരിക്കലാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഭാവം. ഇതിനെ അറിയാത്തിടത്തോളം കാലം നമുക്ക് സുഖം ആത്യന്തികമായിട്ടുണ്ടാവില്ല. ക്ഷണികമായിട്ടുള്ള സുഖങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഈ സുഖവും സന്തോഷമൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അകമേ ഇതിൻ്റെയൊക്കെ ഒരു കടല് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമിതമായിട്ടുള്ള അല്ലെങ്കിൽ അളവറ്റ ആത്മാനന്ദം നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. ഈ ആത്മസ്വരൂപമായിട്ട് സാക്ഷാൽ പരമേശ്വരൻ തന്നെ നമ്മുടെ ഉള്ളിലിരുന്ന് ഇതിനെല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്നാൽ പിന്നെ ഈ പരമേശ്വരൻ എന്നെ തെറ്റൊക്കെ ചെയ്യാണ്ടിരിക്കുന്ന നമ്മളെ നേർവഴിക്ക് നടത്തിക്കൂടെ എന്നൊക്കെ ചിന്തിക്കും. ഭഗവാൻ എന്താ വേറെ അതൊന്നുമില്ലേ? നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, ഇല്ലേ? എല്ലാവർക്കും ബുദ്ധിയുണ്ട്. സ്വയം ആലോചിച്ച് വേണ്ടുന്നതും വേണ്ടാത്തതും ചെയ്യാനുള്ളതുണ്ട്. എല്ലാം ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യണം, ഇതൊക്കെ അറിയാം. എന്നാലും എന്താ ചെയ്യുള്ളൂ? വേണ്ടാത്തത് ചെയ്യുള്ളൂ. കുറ്റം പറയുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും കുറ്റം പറഞ്ഞാലേ സന്തോഷം ഉണ്ടാവുള്ളൂ. എന്ത് തന്നെയായാലും ശരി തെറ്റിനെ വേർതിരിച്ചറിയാമെങ്കിൽ പോലും തെറ്റ് ചെയ്യാനുള്ള ത്വരയാണ് ആദ്യം ഉണ്ടാവുക. ഇതാണ് കർമ്മബന്ധനം എന്ന് പറയുക. കാരണം ആ തെറ്റ് ചെയ്താലേ അടുത്ത് നമുക്ക് അനുഭവിക്കാനുള്ളത് വരുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ഭഗവാനെ, നമ്മുടെ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞ് എല്ലാവരുടെ ഉള്ളിലും ഇതേ ചൈതന്യം തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്ത് വേണം? നിരന്തരം നമഃശിവായ ജപിക്കുക. പവിത്രമായിട്ടുള്ള ഭഗവാന്റെ സ്വരൂപത്തിൽ മനസ്സിനെ ഉറപ്പിച്ച് ആദ്യം ഒരു രൂപമായിട്ടോ ഭാവമായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കാണാം. ഏത് സ്വരൂപത്തിൽ വേണമെങ്കിലും നമുക്ക് ഭഗവാനെ കാണാം. അങ്ങനെ കണ്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് വേണം? ചൈതന്യത്തെ എല്ലാവരിലും ഒരുപോലെയാണെന്ന് തിരിച്ചറിയണം. പറഞ്ഞതുകൊണ്ടാവോ? ഈ ചൈതന്യം എന്നുള്ളത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കാവോ? ആവില്ല. അതിനെ അനുഭവിക്കുകയാണ് വേണ്ടത്, അല്ലേ?
അറിഞ്ഞ് അതിനെ നേരാവണ്ണം വിചാരം ചെയ്യണം. എപ്പോഴും നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം. ഇതിൽ ഒരു സുഖം വരികയാണെങ്കിലും ഈ സുഖത്തിന് കാരണമായിട്ടുള്ള ശക്തി എന്താണെന്ന് ആലോചിക്കണം. അത് എവിടുന്ന് വരണു എന്ന് ആലോചിക്കണം. പുറമെയാണ് നമ്മൾ ആലോചിക്കണമെന്നുണ്ടെങ്കിൽ അടുത്ത കാലത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. സ്വയം ഉള്ളിലേക്ക് തിരിഞ്ഞ് ആ ചൈതന്യത്തെ അനുഭവിക്കാൻ ശ്രമിക്കുക. അടുത്തൊന്നും പറ്റില്ല കേട്ടോ. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മായ മനസ്സ് എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മളെ ഇരുത്തില്ല. സമാധാനമായിട്ട് ഒരു നിമിഷം പോലും നമ്മളെ ഇരുത്തില്ല. അപ്പം എഴുന്നേൽപ്പിച്ചു വിടും. കാലുവേദന എടുക്കണം, നട്ടിരിക്കാൻ പറ്റുന്നില്ല, നീട്ടിയിരിക്കണം, കുറച്ചു നേരം നീട്ടിയിരുന്നു, പറ്റുന്നില്ല, പുറം വേദന എടുക്കണം, എനിക്കിരുന്നു, കസേരയിലിരുന്നു, പറ്റണില്ല, കുറച്ചൊന്ന് നടന്നിട്ട് വരാം, എന്നിട്ട് വരണമെങ്കിൽ ഇരുന്ന് നോക്കാം. ആ നടപ്പ് നടന്നുകൊണ്ടേ ഇരിക്കുള്ളൂ, പിന്നെ ഇരിക്കലുണ്ടാവില്ല. ബുദ്ധി ഉറപ്പിച്ച് ആലോചന ചെയ്യണമെന്നാണ് പറയുക ആചാര്യന്മാര്. നിരന്തരം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. അപ്പോഴാണ് നേരത്തെ പറഞ്ഞ ത്രൈവേദ്യം ഹൃദ്യം, 3 വേദങ്ങളാലും അറിയപ്പെടുന്ന ആ പരമേശ്വരനെ നമുക്കറിയാൻ സാധിക്കുള്ളൂ. എല്ലാ വേദവും ഉണ്ടായിട്ടുള്ള മഹാദേവന്റെ വൃത്തിൽ നിന്നാണ് പറയുക. ത്രിപുരഹരമാദ്യം ത്രിനയനം ജടാഭാരോദാരം ചലതുരഗഹാരം മൃഗധരം മഹാദേവം ദേവം മയി സദയഭാവം പശുപതിം ചിദാലംബം സാംബം ശിവമതിവിഡംബം ഹൃദി ഭജേ. ശിവാനന്ദലഹരിയിലെ 3ാമത്തെ ശ്ലോകമാണിത്. 1ാമത്തെ ശ്ലോകം പറയും കലാഭ്യാം ചൂടാലങ്കൃത ശശികലാഭ്യാം നിജതപഃഫലാഭ്യാം ഭക്തേഷു പ്രകടിതഫലാഭ്യാം ഭവതു മേ ശിവാഭ്യാമസ്തോക ത്രിഭുവന ശിവാഭ്യാം ഹൃദി പുനർഭവാഭ്യാം ആനന്ദസ്ഫുരദനുഭവാഭ്യാം നതിരിയം. പിന്നീട് പറയുന്നു ഗളന്തീ ശംഭോ ത്വച്ചരിത സരിത കിൽബിഷരജോ ദളന്തീ ധീകുല്യാ സരണിഷു പതന്തി വിജയതാം ദിശന്തി സംസാര ഭ്രമണ പരിതാപോപശമനം വസന്തി മച്ഛേദോ ഹൃദഭുവി ശിവാനന്ദലഹരി. ഇതൊക്കെ എന്താ, ഭഗവൻ നാമത്തെ നിരന്തരം നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ഭഗവാൻ തന്നെ എന്താ ഈ സംസാരത്തിൽ നമ്മളിങ്ങനെ ഉഴന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ദുഃഖത്തെ ആയിക്കോട്ടെ സുഖത്തെ ആയിക്കോട്ടെ എന്തിനെ ആയാലും ഇതിൽ നിന്നെല്ലാം നമ്മളെ മുക്തരാക്കി സ്വതന്ത്രരാക്കി സ്വന്തം ഭാവത്തെ നമ്മുടെ ഉള്ളിൽ അനുഭവ വേദ്യമാക്കി തന്ന് എന്താ ഉള്ളിൽ ശിവാനന്ദലഹരി, ഉള്ളിൽ ആ ശിവാനന്ദത്തെ അനുഭവത്തെ ശിവാനുഭവം എന്ന് പറയും. ആ ശിവാനന്ദലഹരിയെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കി ഉണർത്തിത്തരും. നമ്മൾ കുറേ ഇങ്ങനെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് സമയം ഉച്ചയാണ്, നമുക്ക് ഉറക്കം വരും ഇല്ലേ? ആരും ഇതിനെ മോശം വിചാരിക്കേണ്ടതില്ല. എന്താ കാരണം, ആരെയും ഞാൻ പറയണതല്ല കേട്ടോ, സാന്ദർഭികമായിട്ട് പറയണമെന്നല്ല. ഉറക്കം വരിക എന്തുകൊണ്ടാ? ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് അത് ആഴത്തിലേക്ക് ചെല്ലും. പിന്നെ നമുക്ക് ബാഹ്യമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാവില്ല. ആഴത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് സ്വന്തം ഭാവം അത് പെട്ടെന്ന് അങ്ങോട്ട് വരുമ്പോൾ നമുക്കതിന് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോൾ ഒന്ന് തന്നു. അതുകൊണ്ടാണ് ഈ പ്രഭാഷണം കേൾക്കുമ്പോൾ ഇതിനൊക്കെ ഉറക്കം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അല്ലാണ്ട് നമ്മുടെ ദോഷമല്ല, അത് ആരുടെയും ദോഷമല്ല, നമ്മുടെ വിചാരത്തിൻ്റെ ശക്തിയാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ അതിൽ ലയിച്ചിരിക്കുന്ന സമയത്ത് ഈ ശിവാനുഭവം എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ഇന്നിങ്ങനെ കുറേ നേരം ഉറങ്ങി, ഒന്നും മനസ്സിലായില്ല, ഒന്നും കേട്ടില്ല, ഒന്നും മനസ്സിലാവേണ്ട, ഒന്നും കേൾക്കാൻ. എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നതോ ഒന്നും അല്ല ഇത്. മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ മനസ്സിന്റെ ഭാവം നേരത്തെ ഞാൻ പറഞ്ഞു, എന്താ സങ്കല്പ വികല്പാത്മകമാണ്. എന്തെങ്കിലും മനസ്സിലാവുമോ? ഒന്നും മനസ്സിലാവില്ല. അവിടെ ബുദ്ധി പ്രവർത്തിച്ച് നിശ്ചയം ചെയ്ത് നമുക്ക് നൽകുമ്പോഴേ ഇതിന്റെ ഭാവത്തെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അതുവരെ അറിയിപ്പോകും. ആ സമയത്ത് ഇതിപ്പോ ഇന്ന് ഉണർന്നില്ല എന്ന് വിചാരിക്കുക, ഇന്നുള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ഭാവം ഉണ്ടായില്ല, വേണ്ട. ഏതെങ്കിലും ഒക്കെ ഒരു കാലത്ത് ഉള്ളിൽ സ്വയം പ്രകൃതി തന്നെ നമ്മളെ തോന്നിപ്പിച്ചോളും. എല്ലാ അറിവും നമ്മുടെ ഉള്ളിലേക്ക് ചെന്ന് അത് പതുക്കെ അതിൻ്റെ സമയമാകുമ്പോൾ പുറത്തു വരും.
അപ്പൊ ഒരു ഗുരു ഇതൊന്നും പ്രത്യക്ഷമായിട്ട് വേറൊരു ഗുരു വേണ്ടെന്നാണ് പറയുക. ഒരു മനുഷ്യരൂപത്തിലോ മൃഗത്തിന്റെ രൂപത്തിലോ മറ്റൊന്നും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. കാരണം ഉപനിഷത്തിലൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് അഗ്നിഹോത്രം ചെയ്യുന്ന സമയത്ത് അഗ്നി തന്നെ സ്വയം ഉത്ഥാനം ചെയ്തിട്ടാണ് മുമ്പിലിരിക്കുന്നവൻ ഉപദേശം ചെയ്യുന്ന അഗ്നിവിദ്യ എന്താണ്, ആത്മസ്വരൂപം എന്താണ് എന്നൊക്കെ. ഉപനിഷത്തുകളിൽ ഒരുപാട് കഥകളൊക്കെ നമുക്ക് കാണാം. ചാന്തോക്യ ഉപനിഷത്തിലൊക്കെ തത്വമസി നമ്മൾ കേട്ടിട്ടില്ലേ? ഈ തത്വമസി എന്നുള്ള മഹാവാക്യം പോലും ചാന്തോക്യ ഉപനിഷത്തിൽ 9 തവണയാണ് ഗുരു ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്നത്. പല വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉപദേശിക്കും, എന്നാലും പതുക്കെ വെളിവായിട്ട് വരുള്ളൂ. അതേ സമയത്ത് തന്നെ ചാന്തോക്യത്തിൽ മറ്റൊരു രീതിയിൽ കാണാം, ഈ ആത്മവിദ്യ ഇതിനെ ഉപദേശിക്കുന്ന സമയത്ത് 4 ഭാഗങ്ങളായിട്ട് ഉപദേശിക്കുകയാണ്. ആദ്യം അഗ്നി ഉപദേശിച്ചു, അതിനുശേഷം ഒരു കാളയാണ് ഉപദേശിക്കുന്നത്, പിന്നെ ഒരു നീർക്കാക്ക ഉപദേശിക്കും. ഇങ്ങനെ 3-4 തരത്തില് അംശാംശമായിട്ട് ഉപദേശിച്ചിട്ട് അവസാനം ഇതിനെ പൂർണ്ണമായിട്ട് ഗുരു പറഞ്ഞു കൊടുക്കുന്ന കഥയുണ്ട് ചാന്തോക്യത്തിലൊക്കെ. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പ്രകൃതി തന്നെയാണ് നമുക്ക് എല്ലാത്തിനും. അറിവും മായ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ മായ എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ ഇരുന്ന് പറയുന്നത് പോലും മായയുടെ അകത്താണ്. ഇതിൽ നിന്ന് ഭിന്നമല്ല. നമ്മളെ കുറേ നാളൊക്കെ ഇട്ടൊന്ന് വട്ടം കറക്കി യോഗ്യമായിട്ടുള്ള സമയത്ത് അതിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. ഈ പ്രകൃതി തന്നെയാണ് നമുക്ക് വേണ്ട ഗുരുക്കന്മാരെ തരിക, പ്രകൃതി തന്നെയാണ് അറിവും നമുക്ക് പകർന്നു തരിക. ഈ ശക്തിവിശേഷം തന്നെയാണ് ഇതിനെല്ലാം കാരണമായിട്ടിരിക്കുന്നത്, അല്ലാതെ മറ്റൊന്നല്ല. അതിനെ എന്തേ വേണ്ടു, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സമയം ഉണ്ടാവണം, അത്രയും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജപം ചെയ്യുക എന്ന് പറയുക. നിരന്തരം ഒരു നാമത്തെയോ 2 നാമത്തെയോ ഇഷ്ടദേവതയോ നിരന്തരം സ്മരിച്ചുകൊണ്ടിരിക്കുക, ജപം ചെയ്യുക, നിരന്തരമായിട്ട് ജപിക്കുക. ഇതൊന്നും സാധിക്കണില്ല എന്നുണ്ടെങ്കിൽ ഭഗവാനെ ശിവ 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 ഇങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നാൽ മതി. ഈ 2 അക്ഷരം തന്നെ അതിശക്തമാണ്. രമണ മഹർഷിയെ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. 16 വയസ്സില് മരണാനുഭവം, എന്താണ് മരണം എന്നുള്ളതിനെ മനസ്സിലാക്കി തിരിച്ചറിഞ്ഞ് വീട് വിട്ടിറങ്ങിപ്പോയതാ. തിരുവണ്ണാമല നമുക്ക് അടുത്താണ് അല്ലേ? തിരുവണ്ണാമലയില് ഭഗവാൻ അവിടെ ചെന്നിരുന്നതിന് ശേഷം പുറത്തേക്കേ വന്നിട്ടില്ല. അത് തിരുവണ്ണാമല വിട്ട് പിന്നെ പോയിട്ടേ ഇല്ല. അവിടെ ഓടിച്ചെന്ന സമയത്ത് എന്താണ് ഭഗവാനെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത്, ഭഗവാനെ അങ്ങയുടെ ആജ്ഞ അനുസരിച്ച് മകൻ ദാ വന്നിരിക്കണമെന്നാണ് ആദ്യം തന്നെ പോയിട്ട് പറയുക. എല്ലാം അവിടുത്തെ ആജ്ഞയാണ്, എൻ്റേതായിട്ട് ഒന്നുമില്ല. ഈ ഒരു ഭാവം ഉണ്ടോ നമുക്ക്? അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വതന്ത്രരാണ്. ആരെയും പ്രത്യേകിച്ച് ഉപദേശിക്കാനോ എന്തെങ്കിലും ഒരു ശാസ്ത്രം സ്ഥാപിക്കാനോ ഒന്നും രമണ മഹർഷി ശ്രമിച്ചിട്ടില്ല. ഇതെൻ്റെ മതമാണ്, എൻ്റെ പക്ഷമാണ്, എൻ്റെ ചിന്തയാണ് എന്ന് പറഞ്ഞിട്ട് ആരുടെ മുമ്പിലും ഒന്നും വെച്ചിട്ടില്ല. മുമ്പിൽ വരുന്ന എല്ലാവർക്കും അതിയായിട്ടുള്ള ആനന്ദത്തെ പകർന്നു കൊടുക്കണം. ഒരിക്കല് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു ശിഷ്യൻ അരുണാചലത്ത് പോയിട്ട് തിരുവണ്ണാമലയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരുന്നൊരു സന്ദർഭത്തിൽ നാരായണ ഗുരുദേവന്റെ അടുത്ത് പറയുകയാണ്, അങ്ങനെ ഒരു മഹാത്മാവ് ഇവിടെ ഉണ്ട് തിരുവണ്ണാമലയിൽ, രമണ മഹർഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹാത്മാവുണ്ട്, അദ്ദേഹത്തിനെ ഒന്ന് പോയി നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹർഷിയെ കാണാനായിട്ട് നാരായണ ഗുരുദേവൻ പോകുന്നുണ്ട്. ഒരു സംസാരവും പ്രത്യേകിച്ച് ഉണ്ടാവണില്ല. കണ്ടു, അദ്ദേഹം പുറത്തിരുന്നു, നാരായണ ഗുരുദേവൻ കുറച്ചു നേരം പുറത്തിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഊണിൻ്റെ സമയമായി കഴിഞ്ഞപ്പോൾ മഹർഷി പുറത്തുനിന്ന് ചോദിച്ചു, സാപ്പിടലാമാ, ഭക്ഷണം കഴിക്കല്ലേ എന്ന് ചോദിച്ചു. ശരി, രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. കുറച്ചു നേരം നോക്കിയിരുന്നു, അദ്ദേഹം തിരിച്ചു പോകുന്നു. ഒരു സംസാരമോ ഇതൊന്നും വേറെയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഭാവത്തെ കാണിച്ചിട്ട് നാരായണ ഗുരുദേവൻ നിർവൃത്തി പഞ്ചകം എന്നുള്ള ഉത്കൃഷ്ടമായിട്ടുള്ള ഒരു കൃതി രചിച്ചിട്ടുണ്ട്. ആത്മവിദ്യ എന്താണ്, അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന യോഗിയുടെ സ്ഥിതി എന്താണ്, ആ പദ്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. സദാശിവ ദർശനം എന്ന് പറയുന്നതിൽ നാരായണ ഗുരുദേവന്റെ ഒരു കൃതിയിൽ അദ്ദേഹം അവസാനത്തെ പദ്യത്തിൽ പറയുകയാണ്, അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്നടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ, എടുത്തു നീ വിഴുങ്ങി എന്റെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ. ഈ അഗ്നിസ്തംഭം അരുണാചലത്തെ പറയുക,
അഗ്നിശൈലമായിട്ടാണ് പറയുക. അതായത് ശിവനും ബ്രഹ്മാവും വിഷ്ണുവും തമ്മിലൊരു തർക്കം ഉണ്ട്. ആരാണ് ഏറ്റവും മികച്ച ആള്? പുരാണ കഥകളാണ്. അപ്പോൾ ഇതിനെ രണ്ടുപേരും തർക്കമായി യുദ്ധമൊക്കെ ആവും എന്നുള്ള നില വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ നടുക്ക് ഉജ്ജ്വലമായിട്ടുള്ള അതിതേജോമയമായിട്ടുള്ള ഒരു സ്തംഭം, അഗ്നിസ്തംഭം പ്രത്യക്ഷപ്പെടുകയാണ്. അശരീരിയായിട്ട് വന്നു. ഇതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ആദ്യം അറിഞ്ഞു വരുന്നവൻ ആണ് മികച്ച ആള്, മികവുറ്റ ആള് എന്ന് പറഞ്ഞു. ശരി, എന്ത് ചെയ്തു? ഭഗവാൻ വിഷ്ണു പന്നിയുടെ രൂപത്തിൽ അടിയിലേക്ക് പോയി. ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? അരയന്നത്തിന്റെ രൂപം എടുത്തിട്ടോ അരയന്നത്തിന്റെ മുകളിൽ കയറിയിട്ടോ മുകളിലേക്കും പ്രയാണം ചെയ്തു. ഒരുപാട് നാളുകൾ ഇങ്ങനെ നടന്നിട്ടും ഇതിന്റെ അറ്റവും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. മുകളറ്റവും ഇല്ല, താഴറ്റവും ഇല്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വിഷ്ണുവിന് മനസ്സിലായി ഈ പോക്ക് നടന്നാലൊന്നും ഇതിനൊരു അറ്റമില്ല, ഒന്നുമില്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞപ്പോൾ വിഷ്ണു തിരിച്ചു വന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ബ്രഹ്മാവും വന്നു. ബ്രഹ്മാവ് പക്ഷെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളിൽ നിന്ന് ഒരു കൈത വരുന്നുണ്ടായിരുന്നു. എത്രയോ നാളുകൾ കൊണ്ട്, അനേകായിരം വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കൈത വളരുന്ന സമയത്ത് തന്നെ കൈത വീണുകൊണ്ടിരിക്കുക. അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, നീ എവിടുന്ന് വരണം? ഞാൻ ഈ അഗ്നിശൈലത്തിന്റെ മുകളിൽ നിന്നാണെന്നാണ് എൻ്റെ വിശ്വാസം. മുകളിൽ നിന്ന് വരിക. അപ്പോൾ എവിടെ? അത് അടുത്തെത്താറായോ? ഈ അടുത്തൊന്നുമില്ല, ഞാൻ വീഴാൻ തുടങ്ങിയിട്ട് തന്നെ നാളുകൾ കുറേ, ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പം അങ്ങേ കണ്ടു. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ പറയുന്നതിന് എന്നൊരു സപ്പോർട്ടിന് മൂളിയാൽ മതി എന്ന് പറഞ്ഞു. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു ബ്രഹ്മദേവൻ. ശരി, പോയി അഗ്നിസ്തംഭത്തിന് മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ മുകളറ്റം കണ്ടുപിടിച്ചേക്കണു, അവിടെ നിന്നാണ് ഈ കൈതയെ ഞാൻ എടുത്തിട്ട് വരുന്നത് തെളിവിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അശരീരിയായിട്ട് ചോദിച്ചു, അങ്ങനെയാണോ, സത്യമാണോ എന്ന് ചോദിച്ചു. അതെ, സത്യം തന്നെ, എന്നെ അദ്ദേഹം അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. പിന്നീടാണ് കാലഭൈരവന്റെ സ്വരൂപം ഉണ്ടാവുന്നതും ബ്രഹ്മദേവന്റെ അസത്യം പറഞ്ഞ അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു ശിരസിനെ നുള്ളിയെടുക്കുന്നത്. അത് കഥാപരമായിട്ടുള്ള ഭാഗം. ഈ ശ്ലോകം നോക്കൂ, ഈ അഗ്നിസ്തംഭമായിട്ട് വന്ന ഭാഗം ഉണ്ടല്ലോ, ഇതാണ് അരുണാചലം എന്ന് നമ്മൾ പറയാം, അരുണഗിരി. ആ ഭഗവാന്റെ ഇതുണ്ടായത് അവിടെ നിന്നാണെന്നാണ് പറയുന്നത്. ഈ കഥാഭാഗമൊക്കെ അരുണാചലത്ത് നടന്ന സംഭവം എന്നുള്ള രീതിയിലാണ് ഭക്തരെല്ലാവരും പറയുക. ഇത്രയും മാഹാത്മ്യം അരുണാചലത്തിനുണ്ട്. കാരണം ഭഗവാൻ ആദ്യമായിട്ട് സ്വരൂപത്തിലേക്ക് വന്ന ഇടം എന്നുള്ള നിലയ്ക്ക്. അവിടെ പറയാണ്, അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. നിന്നെ അടുത്തേ കണ്ടില്ല. അതായത് നമ്മുടെ ശരീരത്തിനെ സങ്കല്പിക്കുക. ഈ ശരീരത്തിലേക്ക് പ്രാണൻ സഞ്ചരിക്കുന്നുണ്ട്, മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കും ശരീരത്തിലാകമാനവും ദഹിപ്പിക്കാനും ഒക്കെ പാകത്തിന് 5 വായുക്കൾ സഞ്ചരിക്കുന്നുണ്ട് എല്ലാ സമയത്തും. നമ്മൾ ഈ ശ്വസിക്കുന്ന വായു തന്നെയാണ് ഈ 5ആയിട്ട് മാറുന്നതെന്ന് മനസ്സിലാക്കുക. താഴേക്ക് പോകുന്നതാണ് അപാനവായു എന്ന് പറയുക. മുകളിലേക്ക് എന്തായിരിക്കും? ഉദാനനാണ്. എല്ലായിടത്തും നമ്മുടെ ദഹനത്തിന് ഇതൊക്കെ സഹായിച്ചുകൊണ്ട് സമാന. പിന്നെ എല്ലാ നാഡീഞരമ്പുകളിലും രക്തചംക്രമണത്തിന് ഇതിനൊക്കെ സഹായിക്കുന്ന വ്യാനൻ. പിന്നെ പ്രാണനായിട്ട് തന്നെ നിൽക്കുന്നത്. ഇങ്ങനെ 5 തരത്തിലാണ് വായു പറയുക. ഈ വായു ഇതിനെ തന്നെയാണ് അവിടെ കാണിച്ചത്. അടിക്കു പന്നി പോയി, ഈ അപാനവായു ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. അതേപോലെ തന്നെ ഉദാനവായു മുകളിലേക്കും പോകുന്നുണ്ട്. എന്നിട്ടും ഈ വായു എല്ലാം അതിൻ്റെ സ്വത്വത്തിലിരുന്ന് സഞ്ചരിച്ചിട്ടും എന്ത് കാണാൻ സാധിക്കുന്നില്ല? അങ്ങയുടെ സ്വരൂപത്തെ എനിക്ക് അടുത്തറിയാനേ സാധിക്കുന്നില്ല. അങ്ങയുടെ ആ ദിവ്യമായിട്ടുള്ള സ്വരൂപത്തെ, ഹേ അഗ്നിശൈലമേ, എനിക്ക് അറിയാനേ സാധിക്കുന്നില്ല. പക്ഷെ എന്താ? എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ. നമ്മള് ഇതിനെ എങ്ങനെ മനസ്സിലാക്കാൻ ശ്രമിക്കണേ? ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് മനസ്സിലാക്കാൻ നോക്കുന്നത്. അറിയാൻ സാധിക്കണില്ല. എത്ര കണ്ട് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അളവറ്റ് ചിന്തിച്ചിട്ടും എന്താ ഈ സ്വരൂപത്തെ നമ്മുടെ തലയിലേക്ക് കയറുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? ഭഗവാനെ കുറിച്ച് ജപിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഇതൊക്കെ ആകുമ്പോഴും നമ്മുടെ മനസ്സിൽ എന്താല്ലേ എത്തും പിടിയും കിട്ടുന്നില്ല. എന്താ ഭഗവാന്റെ ചരിതമെന്നും കഥകൾ കേട്ടിട്ട് പോലും ആ മാഹാത്മ്യത്തെ നമുക്കുള്ളിലേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. ഭഗവാൻ തന്നെ വിചാരിക്കണം. അതാണ് പറഞ്ഞ എടുത്തു നീ വിഴുങ്ങി എന്നെ
ഇന്ദ്രിയങ്ങളോടുള്ള ഈ എല്ലാ പുറമേലേക്കുള്ള വിഷയങ്ങളിലേക്കും ഓടിക്കൊണ്ട് നടക്കുന്ന എൻ്റെ ഈ ഇന്ദ്രിയങ്ങളെ അടക്കമെടുത്ത് നീ അങ്ങോട്ട് വിഴുങ്ങി. ഹേ അഗ്നിശൈലമേ, നീ എന്നെ വിഴുങ്ങിക്കഴിഞ്ഞപ്പോ എന്തായി? ഞാനും നീയും തമ്മിലൊരു ഭേദമില്ലാതായി, ഒന്നായി തീർന്നു. നടിച്ചിടും നമ ശിവായ നായക നമോ നമ. ഈ അഗ്നിശൈലമേ, നീ തന്നെ ആ സ്വരൂപത്തിൽ വന്ന് എന്നെ എടുത്ത് എൻ്റെ ഉള്ളിലുള്ള എല്ലാ അഹന്തയെയും എല്ലാ വിഷയവാസനകളെയും ഇല്ലാതാക്കി സ്വയം അമൃതാകുന്ന ആനന്ദമായി എൻ്റെ ഉള്ളിൽ ഊറി വന്നിട്ട് എന്നെ ആ ശിവാനുഭവം വെളിവാക്കി തന്നു. നമ്മൾ വിചാരിച്ചാലും ഇതൊന്നും നടക്കില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസര് കേട്ടിട്ടുണ്ടാവൂലോ, വിവേകാനന്ദ സ്വാമികളെ കേട്ടിട്ടുണ്ട്. വിവേകാനന്ദ സ്വാമികളുടെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. തികഞ്ഞ ബ്രഹ്മനിഷ്ഠൻ, ഒരു ശത്രുതയോ ദേഷ്യമോ ഒന്നും ആരോടും ഇല്ലാത്ത ആള്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരെഴുതാൻ പോലും അറിയില്ല. സ്വന്തം പേരെഴുതാൻ പോലും ശ്രീരാമകൃഷ്ണ പരമഹംസർക്ക് അറിയില്ല എന്ന് പറയാം. പക്ഷേ അദ്ദേഹം സ്വയം ഇരിക്കുന്ന ജ്ഞാന ഭണ്ഡാരമാണ് എന്ന് പറയാം. എല്ലാ അറിവും അവിടെ ഊറിയിരിക്കുകയാണ്. ഒരിക്കൽ അദ്ദേഹം വിവേകാനന്ദ സ്വാമി സന്യാസി ആവുന്നതിന് മുൻപാണ് അവിടെ ഇരിക്കുന്ന സമയത്ത് നരേൻ എന്ന് പറഞ്ഞ് വിളിക്കുക. നരേന്ദ്രനാഥ ദത്ത എന്നാണ് ആദ്യത്തെ പേര്. നരേൻ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞിട്ട് പറയാ, അതെ ഈ പാത്രം ഉണ്ടല്ലോ, ഇതില് നിറയെ അമൃതാണ്. ഈ പാത്രത്തിൽ നിറയെ അമൃതിരിക്കുകയാണെന്ന് നീ വിചാരിക്കൂ. നീ ഇതിനെ എങ്ങനെയാ കുടിക്കാൻ പോകുന്നത്? നീ ഒരു വണ്ടായിട്ട് ഇരുന്നിട്ട് നീ ഇതിനെ കുടിക്കുകയാണെങ്കിൽ നീ എങ്ങനെ കുടിക്കും? വണ്ടല്ലേ, ഞാനിങ്ങനെ പതുക്കെ അതിൻ്റെ ഒരു മക്കിലിരുന്ന് പതുക്കെ ഞാനതിനെ ഓരോന്നായിട്ട് ഇങ്ങനെ തുള്ളിയായിട്ട് നുകർന്നു കുടിക്കും. പക്ഷെ മണ്ടൻ, വിവരല്ല നിനക്ക്. എന്താ എടോ, ഇത് അമൃതല്ലേ, ഇതിൻ്റെ ഉള്ളിലേക്ക് നിനക്ക് കുതിച്ച് ചാടിക്കൂടെ? അല്ലൊക്കെ ഞാൻ മരിച്ചില്ല. എങ്ങനെയാണോ മരിക്കണേ? ഇത് അമൃതല്ലേ, ഈ അമൃത് കുടിച്ചിട്ട് എങ്ങനെയാ മരിക്കുക? ഇത് തന്നെയാണ് നമ്മുടെ അവസ്ഥ. അതായത് ഈ ശിവാനുഭവം, ശിവാനന്ദം അല്ലെങ്കിൽ അറിവ് എന്നൊക്കെ പറയുന്നത് നമ്മളിങ്ങനെ ഒരു വക്കത്തിരുന്നിട്ട് നോക്കാൻ ശ്രമിക്കുകയാണ്, അതിലേക്ക് ഇറങ്ങുന്നില്ല. ഭഗവാനെ നമുക്ക് എപ്പോഴും വശത്ത് നിന്നിട്ടാണ് നമ്മൾ നോക്കാൻ തുനിയുന്നത്. ഭഗവാനെ ഉള്ളിലേക്ക് എടുക്കാൻ നോക്കൂ, അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ചൈതന്യത്തെ അറിയാൻ നോക്കൂ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ഭയം ഉണ്ടാവില്ല. പിന്നെ വിവേകാനന്ദ സ്വാമികളൊക്കെ ബലമാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞില്ലേ? ഈ ബലം എന്ന് പറയുന്ന ആത്മബലമാണ്, അല്ലാണ്ട് കായിക ബലം മാത്രമല്ല. അന്നത്തെ സന്ദർഭത്തിൽ കായിക ബലം ആവശ്യമാണ്. ബ്രിട്ടീഷുകാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് ആവശ്യമാണ്. നിങ്ങൾക്ക് ബലം നൽകുന്നില്ലെങ്കിൽ ഈ വേദങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ നിങ്ങൾ കടലിൽ കൊണ്ടറിയണം എന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു. നൽകുന്നില്ലെങ്കിൽ എന്താ കാരണം? ഇത് നൽകുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഉപനിഷത്ത് തരുന്ന ഏറ്റവും വലിയ തത്വമാണത്. ഭയമില്ലാതിരിക്കുക, അറിവ് സ്വാംശീകരിച്ചുകൊണ്ടേയിരിക്കുക, എപ്പോഴും അറിവ് നേടിയെടുക്കാൻ ശ്രമിക്കുക. അറിവിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ എത്രയും കഠിനമാണ്. വിവേകാനന്ദ സ്വാമികൾ തന്നെ പറയും, ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യപരാബോധത. വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് ഇത് കഠോപനിഷത്തിലെ ഒരു മന്ത്രത്തിന്റെ ഭാഗമാണ്, ഒരു പൂർവാർദ്ധമാണ്. എന്താ മുഴുവൻ ഭാഗം അതിൻ്റെ രീതി എങ്ങനെയാ? ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത ക്ഷുരസ്യ ധാരാ നിശിത ദുരത്യയാ ദുർഗം പഥസ്തത്കവയോ വദന്തി. എഴുന്നേൽക്കുക, പ്രവർത്തിക്കുക, നിരന്തരം ആത്മവിദ്യക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഈ മാർഗം എങ്ങനെയാ? ക്ഷുരസ്യ ധാരാ നിശിത ദുരത്യയാ. ഒരു വാൾത്തല വെക്കുക, ഒരു കത്തിയുടെ തല ഇങ്ങനെ നിവർത്തി വെച്ചിട്ട് അതിൻ്റെ വാൽഭാഗം വെച്ചിട്ട് പറയാ, നടക്കാൻ പറഞ്ഞാൽ നടക്കാൻ പറ്റുമോ? 4 മുറിഞ്ഞ് 4 കഷ്ണമായി പോകും അല്ലേ? അതുപോലെയാണ് ഈ സത്യത്തിൻ്റെ ബന്ധാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത്ര കഠിനമാണ്. അതിൽ പിന്നാക്കം വരാതെ ആരാണോ സഞ്ചരിക്കുന്നത്, ഈ ആത്മവിദ്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, ശിവാനുഭവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ജപം നിരന്തരമായിട്ട് ചെയ്യുന്നത്, ഇതൊക്കെ ഈ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഇല്ലേ, കുറച്ചു നേരം ഇരിക്കുമ്പോഴേക്കും കേട്ടോ പറ്റണില്ല എന്ന് പറയുന്നതൊക്കെ ഈ ഭാവമാണ്, ഈ വാൾത്തലയിലുള്ള നടത്തമാണ്. കുറച്ചൊന്ന് ബുദ്ധിമുട്ടിയാൽ ഇവിടെ ഇരിക്കും, എന്താ വരുന്നതെന്ന് നോക്കട്ടെ. ഈ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ബുദ്ധന് ബോധം ഉദിച്ചത്. അല്ലാതെ ഒരു ആൽമരത്തിന്റെ ചോട്ടിലിരുന്ന സമയത്ത് തലയിൽ ആപ്പിൾ വീണ് ബോധം ഉണ്ടായതുപോലെ ഉണ്ടായതല്ല. സ്വയം
ഉള്ളിൽ നിന്ന് തന്നെ പല വിധത്തിലുള്ള പ്രയത്നങ്ങൾ ചെയ്തു, പല താന്ത്രിക ക്രിയകളും പലവിധ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്തു നോക്കി. ബുദ്ധൻ നടക്കണില്ല. അവസാനം ഒരൊറ്റ ഇരിപ്പിരുന്നു നിശ്ചയത്തോടു കൂടിയിട്ട്, ഇതെനിക്ക് കിട്ടാതെ ഇവിടുന്ന് എണീക്കണ പ്രശ്നമില്ല, ഈ ആത്മബോധം അറിയാതെ ഇനി ഇവിടുന്ന് എഴുന്നേൽക്കില്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ച സമയത്താണ് ബുദ്ധൻ്റെ തന്നെ ആ ആത്മവിദ്യ ഉണ്ടായത്. ഒന്നും പരിശ്രമിക്കാതെ എവിടെയും പോകാതെ ഒന്നും ഉണ്ടായതല്ല. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പറയുക, ജപിക്കുക, നിരന്തരം ശിവശിവാന്ന് ജപിച്ചോളൂ, ഒരു പ്രശ്നമില്ല. നിരന്തരമായിട്ട് ഇത് ജപിക്കുമ്പോൾ ഈ ശക്തി നമ്മുടെ ഉള്ളിൽ സ്വയം തന്നെ ഉണർന്ന് അറിവ് എങ്ങനെ നേടണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഉപദേശം ചെയ്തു തരും. അല്ലാതെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലൊന്നും മനസ്സിലാവില്ല. ശ്രീരുദ്രത്തിലെ 8ാമത്തെ അനുവാകത്തിൽ ആദ്യം തുടങ്ങുമ്പോൾ നമ സോമായ ച രുദ്രായ ച നമ ശങ്കായ ച പശുപതയേ ച എന്ന് പറയുമ്പോൾ നമശങ്കായ, ശം ഗായ, ശം എന്ന് വെച്ചാൽ മംഗളം, അതിലേക്ക് എത്തിക്കുന്നവൻ എന്നുള്ള അർത്ഥം. ശങ്കായ ച പശുപതയേ ച, പശുപതി എന്ന് വെച്ചാൽ എന്താ? പശു എന്ന് വെച്ചാൽ നമ്മളാണ്, മൃഗങ്ങളാണ്. പതി എന്ന് വെച്ചാലോ അതിന്റെ അധിപൻ. അതായത് അജ്ഞാനത്തില് വീണ് കിടക്കുന്ന ഈ മനുഷ്യരുണ്ടല്ലോ, നമ്മളെല്ലാവരും നമ്മളാണ് പശുക്കൾ. ഇവരുടെയൊക്കെ നാഥനാണ് പശുപതി. പശുപതയേ ച നമ ഉഗ്രായ ച ഭീമായ ച. ഭീമൻ എന്ന് വെച്ചാൽ ഭയത്തെ ഉണ്ടാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ഉഗ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാലോ ഉത്കൃഷ്ടമായിട്ടുള്ള ശക്തിയെ നൽകുന്നവൻ, അതാണ് ഉഗ്രൻ. അപ്പൊ നോക്കൂ, ആ ശ്രീരുദ്രൻ നമ്മൾ പറയുമ്പോൾ പോലും അതിൻ്റെ വൈശിഷ്ട്യം അതാണ്. ഭഗവാനെ ഓരോ മന്ത്രങ്ങളായിട്ടും നവകത്തിൽ അവിടെ പറയുന്ന സമയത്ത് ഓരോ ഭാവത്തിലാണ് അവിടെ പറയുന്നത്. നമ അഗ്രേ വധായ ച ദൂരേ വധായ ച. അഗ്രേ വധായ എന്ന് വെച്ചാൽ എന്താ? അകലെയുള്ളതിനെ ഇല്ലാതാക്കുന്നത്, നശിപ്പിക്കുന്നവൻ. അഗ്രേ എന്ന് വെച്ചാൽ തൊട്ട് മുമ്പില്, ദൂരേ വധായ അകലെയുള്ളതിനെ. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? അടുത്തുള്ളതിനെയും കൊല്ലും, അകലെയുള്ളതിനെയും കൊല്ലും, അതാണ് അർത്ഥം. അല്ല, അജ്ഞാനം എന്നുള്ളതുണ്ട്. ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. അജ്ഞാനം എന്താ? മഹാത്മാക്കൾക്ക് ഇപ്പോഴായാലും വരാം, പിന്നീടായാലും വരാം, അല്ലേ? ഇന്ന് വേണമെങ്കിൽ ഇന്നുണ്ടാവാം, നാളെ ഉണ്ടാവാം. ഈ അജ്ഞാനം എന്നുള്ളത് ആർക്കും ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളത്. ഈ അജ്ഞാനത്തെ, മഹാത്മാക്കളിൽ ഉണ്ടാവുന്ന ഈ അജ്ഞാനത്തെ അങ്ങനെ വേരോടെ ഇല്ലാതാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ്. സമീപസ്ഥമായിട്ടുള്ളതും അകലെ ഇനി വന്നേക്കാവുന്നതുമായിട്ടുള്ള അജ്ഞാനത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. അഗ്രേ വധായ ച ദൂരേ വധായ ച നമോ ഹന്ത്രേ ച ഹനീയസേ ച നമോ വൃക്ഷേഭ്യോ ഹരികേശേഭ്യ. ഹരികേശേഭ്യ എന്ന് വെച്ചാൽ എന്താ? ഹരി എന്ന് വെച്ചാൽ എന്താ? വിഷ്ണു. കേശം എന്ന് വെച്ചാലോ എന്താ? കേശം മുടി, അല്ലേ? ഹരികേശം എന്ന് വെച്ചാൽ ഹരിയുടെ മുടി എന്നാണോ അർത്ഥം? അല്ല, അവിടെ ഹരി കഹ ഈശഹ, ഈ 3 വാക്കുകളെ ചേർത്താണ് ഹരികേശേഭ്യ എന്ന് പറഞ്ഞത്. ഹരി എന്ന് വെച്ചാൽ വിഷ്ണുവാണ്, കഹ എന്ന് വെച്ചാൽ ബ്രഹ്മാവാണ്, ഈശഹ എന്ന് വെച്ചാൽ ശിവനാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, വേദങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ശിവൻ എന്നുള്ള ഭാവമല്ല, അവിടെ രുദ്രനാണ്. എല്ലാം ഒന്ന് തന്നെ കേട്ടോ, ഞാൻ അതിനും വേറെ സംശയമൊന്നും ഉണ്ടാവണ്ട. ഈ രുദ്രന്റെ പല ഭാവങ്ങളൊക്കെ ആയിട്ടാണ് നമ്മളെല്ലാം പറയുന്നത്. ശിവം എന്നുള്ള ബോധ ചൈതന്യത്തിന്റെ, ആത്മ അനുഭവത്തിന്റെ, പരമാത്മ തത്വത്തിന്റെ ഭാവമായിട്ടാണ് രുദ്രനെ പറയുക. ആ രുദ്രനായിക്കൊണ്ടാണ് എല്ലാവർക്കും നമസ്കാരം. ഈ പ്രകൃതിയിൽ എല്ലായിടത്തും എല്ലാ പ്രാണനിലും നിലനിൽക്കുന്നത്, പ്രാണനായി നിലനിൽക്കുന്നത് രുദ്രനാണ് എന്നാണ് സങ്കല്പം. നമ്മൾ രുദ്രാക്ഷം പറയില്ലേ? എന്താ? ഭഗവാന്റെ അനുകമ്പയിൽ നിന്നുണ്ടായിട്ടുള്ള കണ്ണുനീരിൽ നിന്നാണ് രുദ്രാക്ഷം ഉണ്ടായതെന്നാണ് പറയുക. ചുട്ടു കണ്ണീരിൽ നിന്നാണ് രുദ്രാക്ഷം ഉണ്ടായതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് അനുകമ്പയുടെ ഉദാഹരണമാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങളിലും നിറഞ്ഞു നിന്നുകൊണ്ട് അതിനെ നിയന്ത്രിക്കുന്ന നിയന്താവാണ് മഹേശ്വരൻ. ആ ശക്തിയാണ് പരമേശ്വരൻ. അതിനെ നമ്മൾ എപ്പോഴറിയുന്നുവോ, എപ്പോൾ അറിയാൻ ശ്രമിക്കുന്നുവോ, അപ്പോഴാണ് ഉള്ളിൽ അറിവുണ്ടാവുക. അതിന് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നൊരു സുപ്രഭാതത്തില് കുട്ടി വരുന്ന പോലെ നമുക്കൊന്നും വരില്ല. ബൾബ് കത്തുക എന്നൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ ഒന്നും ഉണ്ടാവില്ല. ഒരു എളുപ്പ വഴിയും ഇല്ല അതിന്.
നിരന്തരം ജപിക്കുക. ജപം തന്നെ അവിടെ തപസ്സാണ്. നല്ലപോലെ പാരായണങ്ങൾ ചെയ്യുക, സദ്ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യുക, അത് ഉപദേശിക്കുക, മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക, ഒക്കെയാണ് വേണ്ടത്. ഇത് തന്നെയാണ് തപസ്. സ്വാധ്യായ പ്രവചനേ ഏവ തപഃ. സ്വാധ്യായവും പ്രവചനവുമാണ് തപസ്. പറഞ്ഞു കൊടുക്കുക, സ്വയം അതിനെ സ്വാധ്യായം ചെയ്യുക, സ്വയം പഠിക്കുക. ഇതാണ് തപസ്. ഏതെങ്കിലും ഒരു മരത്തിൻ്റെ മുകളിലോ ഗുഹയുടെ ഉള്ളിലോ പോയി ഇരുന്ന് പദ്മാസനത്തിൽ ഇരുന്ന് ഇരിക്കുന്നത് അത് ശാരീരികമായിട്ടുള്ള തപസ് വേറെ. തപസ്സല്ലാതല്ല, അത് മറ്റൊരു ഭാവമാണ്, ഉത്കൃഷ്ടമായുള്ള മറ്റൊരു ഭാവം. സാമാന്യരെ സംബന്ധിച്ചിടത്തോളം സ്വാധ്യായവും പ്രവചനവുമാണ് തപസ്. ഇത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അറിവ് ഉണ്ടായി വരും. അറിവുണ്ടാവാൻ നേരത്തെ പറഞ്ഞ ഒരു ഷോർട്ട് കട്ടും ഇല്ല. പഞ്ചാക്ഷരി നിരന്തരം ജപിക്കുക. ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോഴാണെന്നുണ്ടെങ്കിലും പഞ്ചാക്ഷരം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പരം വേറൊരു മേന്മയില്ല എന്ന് പറയും. മാർഗബന്ധു സ്തോത്രം കേട്ടിട്ടുണ്ടാവില്ലേ? എന്താ മാർഗബന്ധു സ്തോത്രം? നമുക്കൊന്ന് ചൊല്ലാം, എന്നിട്ട് പിന്നെ ബാക്കി പറയാം. അപ്പോഴേക്കും കുറച്ചൊന്ന് നമ്മുടെ ഉറക്കും ഉറക്കൊന്ന് പോവുകയും ചെയ്യും അല്ലേ? ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. ഫാലാവനം മൃത്കിരീടം ഫാലനേത്രാർച്ചിഷാദഗ്ധപഞ്ചേഷു കീടം ശൂലാഹതാരാതികൂടം ശുദ്ധമർദ്ധേന്ദുചൂടം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. അംഗേ വിരാജദ്ഭുജംഗം അഭ്രഗംഗാതരംഗാഭിരാമോത്തമാംഗം ഓംകാരവാടീകുരംഗം സിദ്ധസംസേവിതാംഘ്രിം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. നിത്യം ചിദാനന്ദരൂപം നിൻഹുതാശേഷലോകേശവൈരിപ്രതാപം കാർത്തസ്വരാഗേന്ദ്രചാപം കൃത്തിവാസം ഭജേ ദിവ്യസന്മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. കന്ദർപ്പദർപ്പഘ്നമീശം കാലകണ്ഠം മഹേശം മഹാവ്യോമകേശം കുന്ദാഭദന്തം സുരേശം കോടിസൂര്യപ്രകാശം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. മന്ദാരഭൂതേരുദാരം മന്ദരാഗേന്ദ്രസാരം മഹാശൗര്യധൂരം സിന്ദൂരദൂരപ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗബന്ധും ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. അപ്പയ്യ യജ്വേന്ദ്രഗീതം സ്തോത്രരാജം പഠേദ്യസ്തു ഭക്ത്യാ പ്രയാണേ തസ്യാർത്ഥസിദ്ധിം വിധത്തെ മാർഗമധ്യേ ചാഭയം ചാശുതോഷോ മഹേശ ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ.
ശിവ ശംഭോ മഹാദേവ ദേവേശ ശംഭോ ശംഭോ മഹാദേവ ദേവ. ഈ മന്ത്രം, ഈ നാമം നിരന്തരം ജപിക്കുകയാണെന്ന് തന്നെ ശിവനാമമാണ് അല്ലേ. ഈ ശിവനാമത്തെ നിരന്തരം ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളിലുള്ള എല്ലാ കറകളും പോകും. പഞ്ചാക്ഷരം നിരന്തരം ജപിക്കുന്ന ഒരുവന് എല്ലാ അറിവും സ്വയം തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. സ്വയം ഉള്ളിൽ നിന്ന് തന്നെ എല്ലാം തോന്നി വരും. അതാണ് അതിൻ്റെ മാഹാത്മ്യം. മറ്റ് നാമങ്ങൾ മോശമാണെന്നല്ല അതിനർത്ഥം. എല്ലാ നാമങ്ങളും ഉത്കൃഷ്ടമാണ്. പ്രത്യേകിച്ച് നമ്മൾ ശിവനാമത്തെ പഞ്ചാക്ഷരിയെ പറയുമ്പോൾ അത് വേദമന്ത്രമാണ്. വേദമന്ത്രത്തിനാവുമ്പോൾ അതിൻ്റേതായിട്ടുള്ള മഹാത്മ്യം അത് വേറെയുണ്ട്. അതിനെ നിരന്തരം കൃത്യമായിട്ടുള്ള മാത്രയോടുകൂടി ഉച്ചാരണ ശുദ്ധിയോടുകൂടി ജപിക്കുകയാണെന്നുണ്ടെങ്കിൽ അകമേയുള്ള ആ ചൈതന്യം നമ്മളുടെ ഉള്ളിൽ തന്നെ തോന്നിപ്പിച്ചോളും. ഭഗവതിയെ പറയുക ശിവജ്ഞാനപ്രദായിനി എന്നാണ് ഭഗവതിയെ പറയുക. മഹാദേവൻ സ്വയം ഈ അറിവ് ഭഗവതിക്ക് പകർന്നു കൊടുക്കുകയും ഭഗവതി നന്ദികേശനും ഒക്കെ ആയിട്ടാണ് ഇങ്ങനെ, ഇതാണ് അതിൻ്റെ ഒരു പരമ്പരയായിട്ട് പറയുക. ഭഗവതി സ്കന്ദന് ഉപദേശിക്കുന്നതായിട്ടും മറ്റൊരു പരാമർശമുണ്ട്. അല്ലെങ്കിൽ ഭഗവാൻ നേരിട്ട് നന്ദിക്ക് ഉപദേശിക്കുന്നതായിട്ടും നന്ദി വഴി മറ്റുള്ള ഭൂതഗണങ്ങൾക്കും അതുവഴി പുഷ്പദന്തൻ തുടങ്ങിയിട്ടുള്ള എല്ലാവരും ഭഗവാൻ ഇങ്ങനെ സ്മരിക്കുന്നതായിട്ടാണ് പറയുക. ഭഗവാൻ തന്നെ ത്രിഗുണത്തെ സ്വാംശീകരിച്ച് ഓരോ ഭാവത്തിലേക്ക് മാറി സത്വഗുണത്തെയും രജോ ഗുണത്തെയും തമോ ഗുണത്തെയും ഒക്കെ സ്വീകരിച്ചിട്ട് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടത്തുമെന്നാണ് പറയുക. സൃഷ്ടിക്ക് വേണ്ടിയിട്ട് എന്താ സത്വഗുണത്തെ ഒരു എല്ലാ ഗുണങ്ങൾക്കും അതീതനായിട്ട് നിൽക്കുകയാണ് ആ സത്യം എന്നുള്ള സ്ഥിതിയിൽ. ആ ഭാവത്തെ അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ സദ്ഗുണത്തെ സത്വഗുണത്തെ സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടി നടത്തുന്നു. രജോ ഗുണത്തെ സ്വീകരിച്ചുകൊണ്ട് അതിനെ സ്ഥിതി ചെയ്യുന്നു. തമോ ഗുണത്തെ സ്വീകരിച്ച് ഇതിനെ സംഹരിക്കുന്നു. ഇതെല്ലാം മഹേശ്വരനായിട്ട് പറയുക, എല്ലാം രുദ്രനാണെന്നാണ് വേദങ്ങളിൽ പറയുക. ആ രുദ്രൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ഭഗവാന്റെ സ്വരൂപത്തെ എല്ലാവരും അകമേ മനസ്സിലാക്കി അതിനുവേണ്ടി പ്രയത്നിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, വീണ്ടും പറയാം, അകമേയുള്ള ചൈതന്യം സ്വയം ഉണർന്ന് നമുക്ക് മാർഗം കാണിച്ചു തരും. അതിനാണ് മാർഗബന്ധു സ്തോത്രത്തെ നമ്മൾ ചൊല്ലുന്നത്. ഒരു കീർത്തനത്തോടു കൂടി നമുക്ക് ഈ പ്രഭാഷണം പാദങ്ങളിൽ സമർപ്പിക്കാം. നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിതമുരസ്ഥലം ഹരിണചർമ്മവും ഫണിഗണങ്ങളും വാസുകീ പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാപഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിതമുരസ്ഥലം ഹരിണചർമ്മവും ഫണിഗണങ്ങളും വാസുകീ പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാപഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. നീലകണ്ഠ തവ നീലകണ്ഠവുമതിൽ കുളഞ്ഞൊര ഹിമാലയും നീലകണ്ഠ തവ നീലകണ്ഠവുമതിൽ കുളഞ്ഞൊര ഹിമാലയും ഭൂതിശോഭ വഴിയും കരങ്ങളിൽ ഡമരമാരവ കടും തുടി നീലകണ്ഠ തവ നീലകണ്ഠവും അതിൽ പുളഞ്ഞൊര ഹിമാലയും ഭൂതിശോഭ വഴിയും കരങ്ങളിൽ ഡമഡമാരവ കടും തുടി ശൂലപാണേ മഹാത്രിശൂലമതു മൃഗവുമേന്തിഗതിയേകുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. ശൂലപാണേ മഹാത്രിശൂലമതു മൃഗവുമേന്തിഗതിയേകുവാൻ
ഗതിയേകുവാൻ ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ ചർമ്മവും ഫണിഗണങ്ങളും വാസുകീ പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാപഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. സ്കന്ധമാർന്നുമിടതൂർന്നു ഉഗ്രവിഷസർപ്പമേറിയിടയുന്നൊരാ ജടയുമുള്ളിൽ വിലസുന്ന ഗംഗയും അടിയനെന്നു മഴൽ പോക്കണം. സ്കന്ധമാർന്നുമിടതൂർന്നു ഉഗ്രവിഷസർപ്പമേറിയിടയുന്നൊരാ ജടയുമുള്ളിൽ വിലസുന്ന ഗംഗയും അടിയനെന്നു മഴൽ പോക്കണം. യോഗനാസികയുമാർത്തരെ കരുതിയാർദ്രമായൊരിരുമിഴികളും ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. യോഗനാസികയുമാർത്തരെ കരുതിയാർദ്രമായൊരിരുമിഴികളും ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. നാഗഭൂഷിത പദങ്ങളും ചടുല താളമോടു തിരുനടനവും ഭസ്മഭൂഷിത മുരസ്ഥലം ഹരിണ ചർമ്മവും ഫണിഗണങ്ങളും വാസുകീ പരിവിശോഭിതം വിമലവക്ഷസും ഭവഭയാപഹം ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. നാഗകുണ്ടലമണിഞ്ഞു രാമതിരുനാമമേൽക്കുമിതു ശ്രോത്രവും ഭാലദേശമതിലേ വിഭൂതിയും അഗ്നിയായ തിരുനേത്രവും. നാഗകുണ്ടലമണിഞ്ഞു രാമതിരുനാമമേൽക്കുമിതു ശ്രോത്രവും ഭാലദേശമതിലേ വിഭൂതിയും അഗ്നിയായ തിരുനേത്രവും. അമ്പിളിക്കലശോഭ ചേർന്ന മമ തമ്പുരാന്റെ ശിരഭംഗിയും ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. അമ്പിളിക്കലശോഭ ചേർന്ന മമ തമ്പുരാന്റെ ശിരഭംഗിയും ചന്ദ്രശേഖര തെളിഞ്ഞു കാണണം അന്തികേ മമ സദാശിവ. നമഃ ശിവായ ശംഭോ ശങ്കര മഹേശ്വര ശരണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ സദാശിവായേതി സമർപ്പയാമി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. സർവേഷാം സ്വസ്തിർഭവതു സർവേഷാം ശാന്തിർഭവതു സർവേഷാം പൂർണ്ണം ഭവതു സർവേഷാം മംഗളം ഭവതു. ഓം ശാന്തി ശാന്തി ശാന്തി
ശ്രീ ഗുരുഭ്യോ